ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. മഹാഭാരതം ചർച്ച. അർജുൻ ജയദ്രഥനെ സൂര്യാസ്തമയത്തിന് മുമ്പേ കൊല്ലും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഇനി സൂര്യാസ്തമയത്തിനായിട്ട് വെറും 4 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ അർജുൻ ശക്തമായിട്ട് യുദ്ധം ചെയ്തിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യുദ്ധത്തിൽ ഇനി സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമോദായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമോദായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി. ശ്രീഭാഷഭാനുവീ ദേവീ ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവൃദ്ധവസിദ്ധാന്തദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിയം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതിർഗതിമത്സർവസ്വ പാദാംബുജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാനപി സേവ്യമാനോ സ്മരാമി. ശ്രീമണ്ഡാസരസാരംഭി വംശീപടത്തടസ്ഥിത കർഷൻ വേണുസ്വനിർഗോപിർഗോപിനാഥ ശ്രീസ്തുനാം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत् ഹരേ കൃഷ്ണ. നമ്മൾ കേട്ടിരുന്നു, യുദ്ധത്തിൻ്റെ ഇടയിൽ അർജുൻ്റെ കുതിരകളെല്ലാം തളരുകയാണ്. അപ്പോൾ ഭഗവാൻ അർജുനോട് പറയും, കുതിരകൾക്ക് വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന്. അന്നേരം വരുണാസ്ത്രം കൊണ്ട് അർജുൻ ഒരു തടാകത്തെ സൃഷ്ടിക്കുകയും അവിടെ ഒരു തൊഴുത്ത് സൃഷ്ടിക്കുകയും അതും സാധാരണ ഒരു ജലാശയം മാത്രമല്ല, നിറയെ താമരകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുറേ അരയന്നങ്ങളുമൊക്കെ ഇങ്ങനെ അതിൽ നീന്തുന്നു. പിന്നെ പല ഋഷിമാരും അവിടെ നിന്ന് ധ്യാനനിമഗ്നരായിട്ടിരിക്കുന്നു. അതെല്ലാം അർജുൻ്റെ ആ ശക്തിയാൽ അവിടെ സൃഷ്ടിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഭഗവാൻ ചിരിക്കുകയാണ്. എന്നിട്ട് കുറേ നേരം അവിടെ കുതിരകളെല്ലാം വിശ്രമം നൽകിയതിന് ശേഷം കുതിരകളെ വീണ്ടും രഥത്തിൽ കെട്ടി യുദ്ധം വീണ്ടും തുടരുകയാണ്. അർജുൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി 4 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ സൂര്യാസ്തമയത്തിനായിട്ട്. ഇനിയും ഏകദേശം 15 കിലോമീറ്ററോളം ദൂരെയാണ് ജയദ്രഥൻ നിൽക്കുന്നത്. കൗരവപക്ഷത്തുള്ള പ്രധാനപ്പെട്ട പല യോദ്ധാക്കളും അർജുനെ തടയാനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പല നദികളും സമുദ്രത്തിൽ വന്ന് ചേരുന്ന പോലെ അവരെല്ലാം അർജുൻ്റെ മുമ്പിൽ വന്നതിന് ശേഷം പിന്നെ അവരെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവുകയാണ്. പല ഭീരുക്കളായിട്ടുള്ള യോദ്ധാക്കൾ അവരെല്ലാവരും ഓടാൻ തുടങ്ങി. അഗ്നിയുടെ നിറമായിരുന്നു ഭഗവാൻ ഓട്ടിക്കുന്ന രഥത്തിന്. ആ രഥത്തെ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നി, സൂര്യദേവൻ്റെ രഥമാണോ, അരുണൻ ഓടിക്കുന്ന സൂര്യദേവൻ്റെ രഥമാണോ ചെറിപ്പാഞ്ഞു വരുന്നത് എന്ന് തോന്നി. കൗരവ പടയിലെല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ രഥം പോകുന്ന വഴിയെല്ലാം എല്ലാവരും മരിച്ചു വീഴുകയാണ്. പിന്നെ കുതിരകൾക്കിപ്പം വിശ്രമം കൂടെ കിട്ടിയതുകൊണ്ട് ഇനി കൂടുതൽ വേഗതയിൽ ഓടാൻ തുടങ്ങി. ഓരോ നിമിഷം നോക്കുമ്പോഴും ആകാശത്തേക്ക് കുതിച്ചു കയറുകയാണോ എന്ന് തോന്നുമായിരുന്നു. അർജുനെയും ഭഗവാൻ കൃഷ്ണനെയും കണ്ടപ്പോൾ 2 സൂര്യന്മാർ ഉദിച്ചു നിൽക്കുന്ന പോലെ എല്ലാവർക്കും തോന്നി. അവരുടെ മുമ്പിൽ വരുന്ന എല്ലാവരും അർജുൻ്റെ അസ്ത്രത്തിൽ നിന്ന് വരുന്ന അഗ്നിയാൽ ചാമ്പലായി പോവുകയായിരുന്നു. അർജുനെ നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ കൗരവരുടെയും എല്ലാ തരത്തിലുള്ള ഉത്സാഹവും നഷ്ടപ്പെട്ടു. അവരെല്ലാവരും ജയദ്രഥനിലേക്ക് എത്താൻ വേണ്ടി അർജുനെ തടയാൻ ശ്രമിച്ചു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. 1 മണിക്കൂറോളം യുദ്ധം ചെയ്തതിന് ശേഷം അർജുന് ദ്രോണാചാര്യരുടെ ആ ധ്വജസ്തംഭം കണ്ടു. എന്നിട്ട് അർജുൻ ഭഗവാനോട് പറയാണ്, മാധവ, ആചാര്യൻ്റെ ധ്വജസ്തംഭം കാണുന്നു. അതായത് നമ്മൾ അധികം ദൂരെയല്ല ജയദ്രഥനിൽ നിന്നും, കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരെയുള്ളൂ എന്ന് ഭഗവാനോട് അർജുൻ പറയുകയാണ്. ഭഗവാൻ വീണ്ടും അർജുനോട് പറഞ്ഞു, ദ്രോണരെ മറികടന്ന് പോകണം, കാരണം നമുക്ക് സമയം അധികമില്ല. പക്ഷെ ദ്രോണാചാര്യർ ദൂരെ നിന്ന് തന്നെ അർജുനെ കണ്ടു. ഏകദേശം 3 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തന്നെ അർജുനെതിരെയും ഭഗവാൻ കൃഷ്ണനെതിരെയും അസ്ത്രം അയക്കാൻ തുടങ്ങി. ആ അസ്ത്രങ്ങളെല്ലാം ഭഗവാന്റെ ദേഹത്തും അർജുൻ്റെ ദേഹത്തും തുളച്ചു കയറി എന്നുള്ളതാണ്. രക്തം അസ്ത്രങ്ങളാൽ ഉണ്ടായ മുറിവിൽ നിന്നും രക്തം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ വളരെ വിദഗ്ധമായിട്ട് ദ്രോണരിൽ നിന്നും രഥം അകറ്റാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട്
കൗരവ പക്ഷത്തെ ഒരു കൂട്ടം യോദ്ധാക്കളെ അവിടെ തന്നെ അവർ, അതായത് ദ്രോണാചാര്യരുടെ തൊട്ടടുത്ത് ഒരു കൂട്ടം കൗരവരുണ്ടായിരുന്നു. അവരുമായിട്ട് യുദ്ധം ചെയ്യാണ്, ദ്രോണരുമായിട്ട് യുദ്ധം ചെയ്യാണ്. എന്നിട്ട് ഭഗവാൻ വളരെ വിദഗ്ധമായിട്ട് ഇവരുടെ മറ ഉപയോഗിച്ച്, അതായത് കൗരവ സൈന്യത്തിൻ്റെ തന്നെ മറ ഉപയോഗിച്ച് ഭഗവാൻ രഥത്തെ വളരെ വിദഗ്ധമായിട്ട് ഒരു സൈഡിൽ കൂടെ അങ്ങ് എടുക്കുകയാണ്. അതുകൊണ്ട് ദ്രോണാചാര്യരെ നന്നായി കബളിപ്പിച്ചു ഭഗവാൻ. എന്നിട്ട് ദ്രോണർക്ക് ചുറ്റുമുള്ള ആ സൈന്യ വ്യൂഹത്തിന് ചുറ്റും ഭഗവാൻ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. എന്നിട്ട് അതിശക്തമായിട്ട് കുറേ അസ്ത്രങ്ങൾ ആ യോദ്ധാക്കൾക്ക് എതിരെ അർജുൻ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുതിരപ്പടയാളികളുടെ ദേഹത്തും ആനപ്പടയാളികളുടെ ദേഹത്തും എല്ലാവർക്കും അസ്ത്രങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ജയദ്രഥിൽ നിന്നും ദൂരെ നിൽക്കുകയാണ് അർജുൻ. ഉടൻ തന്നെ അവിടെ ദുര്യോധനൻ എത്തി. അന്നേരം ഓർക്കുക, കഴിഞ്ഞ മഹാഭാരത ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, ദുര്യോധൻ ദ്രോണാചാര്യരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു, നിങ്ങളൊന്നും ചെയ്യുന്നില്ല അർജുനെ തടയാൻ വേണ്ടി. ഇപ്പം ജയദ്രഥനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും നിർത്തിയിരിക്കുന്നു. പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് അർജുൻ ഇങ്ങനെ കൊന്നു ഒടുക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സൈന്യം മുഴുവൻ തീരും, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ദ്രോണാചാര്യ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അർജുൻ അധികം താമസിക്കാതെ ഇവിടെ വന്ന് ജയദ്രഥനെ കൊല്ലും, നമ്മുടെ എല്ലാ പദ്ധതികളും വിഫലമാകും. അതുകൊണ്ട് നീ തന്നെ അർജുനെ നേരിടാൻ പറഞ്ഞു. അതിനായിട്ട് പ്രത്യേകം ഒരു കവചം നിർമ്മിച്ചു കൊടുത്തിരുന്നു. ദിവ്യാസ്ത്രങ്ങൾക്ക് പോലും ഭേദിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു കവചം നിർമ്മിച്ചിരുന്നു മന്ത്രശക്തിയാൽ. ആ കവചം ധരിച്ചുകൊണ്ടാണ് ദുര്യോധനൻ അവിടെ എത്തിയിരിക്കുന്നത്. എന്നിട്ട് ദുര്യോധനൻ അലറിക്കൊണ്ട് രഥത്തെ അർജുന് എതിരെ നിർത്തുകയാണ്, മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ രഥത്തെ നിർത്തിയിട്ട് അർജുനോട് പറഞ്ഞു, അർജുന, ധൃതരാഷ്ട്രയുടെ ആ ശക്തനായിട്ടുള്ള പുത്രൻ ദുര്യോധനൻ ദാ വന്നിരിക്കുന്നു, നിർഭയനായിട്ട് ഒരു ഭയമില്ലാതെ നിൽക്കുകയാണ്. പാണ്ഡവരെ എപ്പോഴും വെറുത്തുകൊണ്ടിരിക്കുന്ന അവൻ തീർച്ചയായിട്ടും നല്ല ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവ് തന്നെയാണ്. ഒരേ സമയത്ത് അവന് അസംഖ്യം യോദ്ധാക്കളെ പിടിച്ചു നിർത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു അവനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അവനെ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് യുദ്ധം തന്നെ ജയിക്കാൻ പറ്റും. അതുകൊണ്ട് പാർത്ഥ, നിൻ്റെ എല്ലാ ദേഷ്യവും അവൻ്റെ മേൽ ഇടുമെന്ന് പറഞ്ഞു. അവൻ സ്വയം ഒറ്റയ്ക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന നമ്മുടെ വലിയ ഭാഗ്യമാണ്. പക്ഷെ അവൻ എന്താണ്, അവൻ്റെ പ്രാണനെ പോലും ഭയപ്പെടാതെ, ഒരു പ്രാണഭീതി ഒന്നും ഇല്ലാതെ, മരണഭീതി ഒന്നും ഇല്ലാതെ അവൻ എന്തിനാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? എന്തായാലും ഇവൻ വലിയൊരു മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ദുഷ്ടനെ ഇപ്പം തന്നെ വധിക്കൂ അർജുന എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കൗരവ പക്ഷത്തെ എല്ലാ അധർമ്മത്തെയും വേരോട് പിഴുതെറിയൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അർജുൻ ദേഷ്യത്താൽ ദുര്യോധനെ തുറച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ മാധവ, ആ നീചൻ്റെ അടുത്തേക്ക് രഥം കൊണ്ടുപോകും. ഞാൻ ഇപ്പം തന്നെ അവനെ നല്ല ശിക്ഷ കൊടുക്കുന്നതായിരിക്കും. അവൻ ദ്രൗപദിയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും അവനിപ്പം നന്നായി തക്കതായ ശിക്ഷ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ദുര്യോധൻ്റെ അടുത്തേക്ക് രഥം കൊണ്ടുപോയി. സാക്ഷാൽ അർജുനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് കണ്ടിട്ടും ഒരു ഭയം പോലും ദുര്യോധന ഇല്ലാതെ കണ്ടിട്ട് മറ്റു കൗരവ യോദ്ധാക്കൾക്ക് വലിയ പ്രചോദനമായി. അവരെല്ലാവരും കൈയടിക്കാൻ തുടങ്ങി, അഭിനന്ദിക്കാൻ തുടങ്ങി. മറ്റു പല യോദ്ധാക്കൾ കരയാൻ തുടങ്ങി, വിഷമിക്കാൻ തുടങ്ങി. അതായത് ദുര്യോധന എന്തായാലും ഇനി തീർന്നു തന്നെ, ഹോമാഗ്നിയിൽ ഹോമിക്കുന്ന നെയ്യാണ് ഇനി ദുര്യോധൻ എന്നെല്ലാവരും ചിന്തിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു, ദുര്യോധൻ തീർന്നു തന്നെ, ഇനി ദുര്യോധനെ ആര് രക്ഷിക്കും എന്ന് പല ആൾക്കാരും കരയാൻ തുടങ്ങി. അതെല്ലാം കേട്ടിട്ട് ദുര്യോധൻ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ദുര്യോധൻ പറഞ്ഞു, നിങ്ങളാരും ഭയപ്പെടരുത്, ഈ 2 പേരെ ഞാനിപ്പോൾ യമപുരിയിലേക്ക് അയക്കുന്നതായിരിക്കും. എന്നിട്ട് ദുര്യോധൻ അർജുനെ കളിയാക്കി. എന്നിട്ട് പറഞ്ഞു, പാർത്ഥ, നിൻ്റെ ശക്തി ഒന്ന് കാണിക്കൂ. നീ ദ്രോണാചാര്യരിൽ നിന്ന് പഠിച്ച എല്ലാ അസ്ത്രങ്ങളെയും ഒന്ന് പ്രയോഗിക്കൂ, ദിവ്യാസ്ത്രങ്ങളെയും ഉപയോഗിക്കൂ. അതിനെ എല്ലാം ഞാൻ തടയുന്ന നീ കണ്ടു നിൽക്കൂ. നിൻ്റെയും കൃഷ്ണൻ്റെയും തല ഞാൻ അറക്കുന്നതായിരിക്കും എന്ന് ദുര്യോധൻ പറഞ്ഞു. ദുര്യോധൻ എന്നിട്ട് 3 അസ്ത്രങ്ങൾ അതിവേഗതയിൽ അർജുനെതിരെ എറിഞ്ഞു. 4 അസ്ത്രങ്ങൾ കൊണ്ട് 4 കുതിരകളെയും മുറിവേൽപ്പിച്ചു. എന്നിട്ട് അടുത്തൊരു 10 അസ്ത്രങ്ങൾ ഭഗവാൻ കൃഷ്ണനെതിരെ എറിഞ്ഞു എന്നുള്ളൂ. ഇനി നല്ല ഉന്നം പിടിച്ചൊരു അസ്ത്രം എടുത്ത് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ ചാട്ട
തുണ്ടം തുണ്ടമാക്കി. അർജുൻ ഉടൻ തന്നെ ഗാന്ധീവത്തെ വളരെ ശക്തമായിട്ട് വലിച്ചിട്ട് 4 അസ്ത്രങ്ങൾ അതിവേഗതയിൽ എറിഞ്ഞു എന്നുള്ളതാണ്. അത് ദുര്യോധൻ്റെ കവചത്തിൽ കൊണ്ടിട്ട് അത് ദുര്യോധനെ ഒരു മുറിവ് പോലും ഏൽപ്പിക്കാതെ അത് താഴെ വീഴുകയാണ്. ഇനി 16 അസ്ത്രങ്ങളും കൂടെ അയച്ചു, അതും ആ കവചത്തിൽ തൊട്ടിട്ട് താഴെ വീഴുകയാണ്. പിന്നെ 20 അസ്ത്രങ്ങൾ ഇനിയും ശക്തമായിട്ട് അയച്ചു, പക്ഷെ അതെല്ലാം നിഷ്ഫലമായിട്ട് താഴെ വീഴുകയാണ്. ഇത് കണ്ടിട്ട് ഭഗവാൻ കൃഷ്ണന് വരെ അത്ഭുതമായി. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. നിന്റെ അസ്ത്രങ്ങൾ ഭൂമിയെ പിളർന്നു പോകാൻ വരെ കഴിവുള്ള അസ്ത്രങ്ങളാണ്. അത് ദുര്യോധൻ്റെ കവചത്തെ തട്ടി വീഴുകയാണ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാർത്ഥ? നിന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചോ? നിനക്ക് എന്തുകൊണ്ട് നിന്റെ ശത്രുക്കളുടെ നെഞ്ചു പിളർക്കാൻ കഴിയുന്നില്ല? ഇത് പരാജയപ്പെടേണ്ട സമയമല്ല. എന്താണ് കാരണം? അർജുനന് ഭഗവാൻ എല്ലാം അറിയാം, എന്നാലും ഭഗവാൻ ആ ഒരു ഭാവത്തിലേക്ക് പോവുകയാണ്. അർജുനന് എല്ലാം മനസ്സിലായി. അപ്പോൾ ദുര്യോധൻ ഇത് അസ്ത്രങ്ങളെല്ലാം നിഷ്ഫലമാണെന്ന് കണ്ടിട്ട് ദുര്യോധൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് കണ്ടിട്ട് അർജുൻ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് തോന്നുന്നു ദ്രോണരാണ് ഇന്ന് ദുര്യോധൻ്റെ കവചം തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. അതിൽ ത്രിലോകങ്ങളുടെയും ശക്തിയുണ്ട്. ദ്രോണർക്ക് മാത്രമേ അതിൻ്റെ രഹസ്യം അറിയൂ. എനിക്കും അതിൻ്റെ രഹസ്യം അറിയാം. ഒരു അസ്ത്രങ്ങൾക്കും ആ കവചത്തെ ഭേദിക്കാൻ കഴിയില്ല. അങ്ങേക്ക് അറിയാമല്ലോ ഭഗവാൻ, ഇത് അങ്ങേക്ക് എല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇതും അങ്ങേക്ക് അറിയാം. പക്ഷെ എന്നാൽ ഈ മൂഢൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കണ്ടില്ലേ? പക്ഷെ ഒരു സ്ത്രീ, അത് യുദ്ധമൊന്നും അറിയാത്തൊരു സ്ത്രീ കവചം അണിഞ്ഞിട്ട് യുദ്ധകളത്തിൽ നിൽക്കുന്ന പോലെയാണ് അവ ഇപ്പം നിൽക്കുന്നത്. അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിഞ്ഞുകൂടാ. ഇത്രയും ശക്തമായിട്ടുള്ളൊരു കവചം ഇവനുണ്ടെങ്കിലും ഞാൻ അവനെ പരാജയപ്പെടുത്തും. അവ ഇനി കറങ്ങുന്നു നോക്കിക്കോ, വേദന കൊണ്ട് പൊളയുന്ന കണ്ടോ ഭഗവാനെ, നോക്കിക്കോണം പറഞ്ഞു. ദുര്യോധന അപ്പോഴും ഒട്ടും ഭയമില്ലാതെ രഥത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും അർജുനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർത്ഥ, വീണ്ടും നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്ക് തോന്നുന്നു നീ നിൻ്റെ യുദ്ധകലകളൊക്കെ മറന്നു എന്ന് തോന്നുന്നു. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ ഭഗവാൻ കൃഷ്ണനെ അർജുനെ മൂടുകയാണ് അസ്ത്രങ്ങൾ കൊണ്ട്. ഇതെല്ലാം കണ്ട് മറ്റു കൗരവർ വളരെ അത്ഭുതത്തോടുകൂടി കണ്ടു നിൽക്കുകയാണ്. കാരണം ദുര്യോധന ഒറ്റയ്ക്ക് അർജുനെ തടഞ്ഞു നിർത്തുന്നതായിട്ട് കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും വലിയ അത്ഭുതമായി. അവരെല്ലാവരും വാദ്യോപകരണങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. ദുര്യോധന അയച്ച അസ്ത്രങ്ങളെല്ലാം അർജുൻ തടയുകയാണ്. അർജുന് വലിയ ദേഷ്യമായി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് എന്തോ ഉദ്ദേശം വെച്ച് അർജുനൊന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ദുര്യോധൻ്റെ 4 കുതിരകളെയും കൊന്നു, അസ്ത്രങ്ങൾ എറിഞ്ഞു അർജുൻ. അതിനുശേഷം ഒരു 100 അസ്ത്രങ്ങൾ കൊണ്ട് രഥത്തെ തകർത്തു ദുര്യോധൻ്റെ. ഇനി 4 ശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ എടുത്തിട്ട് മന്ത്രങ്ങൾ കൊണ്ട് അതിനെ ശക്തമാക്കി. എന്നിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഉന്നം പിടിച്ച് അത് ദുര്യോധനെതിരെ എറിയുകയാണ്. ആ 4 അസ്ത്രങ്ങളും ദുര്യോധൻ്റെ വിരലിൻ്റെ അറ്റത്ത് കൊള്ളുകയാണ്. ആ നഖത്തിൻ്റെ ആ ഭാഗത്തോട്ട്, നഖത്തിൻ്റെയും വിരലിൻ്റെയും ഗ്യാപ്പിൻ്റെ ഇടയിൽ ആ 4 അസ്ത്രങ്ങളും അങ്ങ് കുത്തിക്കയറുകയാണ്. അന്നേരം അസ്ത്രം അയക്കുന്ന സമയത്ത് ആ ഒരു 4 വിരലുകൾ മാത്രമേ കവചത്തിൻ്റെ സംരക്ഷണം ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. അന്നേരം അവിടെ തന്നെയാണ് ഈ 4 അസ്ത്രങ്ങളും കുത്തിക്കയറിയത്. അന്നേരം ദുര്യോധന ഈ അസ്ത്രം അയക്കുമ്പോൾ എന്തായാലും വില്ല് പിടിച്ചു വയ്ക്കുമ്പോൾ 4 വിരൽ മുന്നിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അന്നേരം അതേ 4 വിരലിൽ തന്നെ അസ്ത്രം അയച്ചു എന്നുള്ളതാണ്. ദുര്യോധൻ അലറി വേദന കൊണ്ട് അലറാൻ തുടങ്ങി. അന്നേരം ഈ 4 അസ്ത്രവും അവൻ്റെ നഖത്തിൻ്റെ അടിയിലോട്ട് കുത്തിക്കയറി എന്നുള്ളതാണ്. അവൻ്റെ വില്ലെല്ലാം എറിഞ്ഞിട്ട് രഥത്തിൽ വിളിച്ചു പോകാൻ തുടങ്ങി, കൈയിട്ട് കുടയാൻ തുടങ്ങി. അന്നേരം ദുര്യോധൻ പ്രശ്നത്തിലാണെന്ന് കണ്ടിട്ട് മറ്റ് യോദ്ധാക്കൾ ദുര്യോധനെ രക്ഷിക്കാനായിട്ട് ഓടി വന്നു. ഒരു കൂട്ടം ആനകളും രഥങ്ങളും കുതിരപ്പടയാളികളും എല്ലാം അർജുനെ
ചുറ്റും വളഞ്ഞു എന്നുള്ളതാണ്. കൃപാചാര്യർ ദുര്യോധനെ സഹായിക്കാനെത്തി. എന്നിട്ട് ദുര്യോധനെ രഥത്തിൽ കയറ്റി അവിടുന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. അർജുൻ വീണ്ടും കൗരവപക്ഷത്തെ തകർക്കാൻ തുടങ്ങി. ഒട്ടും താമസിക്കാതെ തന്നെ എതിരാളികളെല്ലാം തീർത്ത് അർജുൻ മുന്നോട്ട് പോവുകയാണ്. ആ എല്ലാ ശത്രുക്കളെയും എതിരായിട്ട് നിന്ന എല്ലാവരെയും തകർത്തപ്പോൾ അർജുനും ഭഗവാൻ കൃഷ്ണനും ശംഖ് ഊതുകയാണ് പൂർണ്ണ ശക്തി ഉപയോഗിച്ച്. ആ ശംഖിൻ്റെ നാദം കൗരവരുടെ ഉള്ളിലെല്ലാം ഭയം സൃഷ്ടിച്ചു. ജയദ്രഥനും ആ ശംഖനാദം കേട്ടു. എന്നിട്ട് ആ ശംഖനാഥത്തിൻ്റെ ദിശയിലേക്ക് ഭയത്തോട് വിറച്ചുകൊണ്ട് നോക്കുകയായിരുന്നു. അതേ സമയത്ത് യുദ്ധകളത്തിൽ മറ്റ് സ്ഥലങ്ങളായിട്ട് പാണ്ഡവർ ആയിരക്കണക്കിന് യോദ്ധാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുപക്ഷത്തും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഒരുപാട് ശവങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. ഒരുപാട് മൃഗങ്ങളുടെയും രഥങ്ങളും കവചങ്ങളും ആയുധങ്ങളും എല്ലാം ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അന്നേരം യുധിഷ്ഠിരൻ ഭഗവാൻ കൃഷ്ണൻ്റെയും അർജുൻ്റെയും ആ ശംഖനാദം കേട്ടു. അത് കേട്ടിട്ട് യുധിഷ്ഠിരന് ഭയം തോന്നി. യുധിഷ്ഠിരൻ വിചാരിച്ചു, ഇനി അർജുൻ എന്തെങ്കിലും ആപത്തുണ്ടായോ, അത് ആ ഒരു വിഷമം കൊണ്ടാണോ അർജുൻ ശംഖ് ഊതിയത് എന്നത് യുധിഷ്ഠിരന് തോന്നി. അതുകൊണ്ട് ഉടൻ തന്നെ യുധിഷ്ഠിരൻ സാത്വികയെടുത്ത് പറഞ്ഞു, സാത്വികി, സമയമായിരിക്കുകയാണ്. നിൻ്റെ സുഹൃത്തിന് നിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. അർജുൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് കൗരവ വ്യൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്തായാലും അർജുനെ സഹായിക്കാൻ പോകണം. ഇത് കേട്ടപ്പോൾ സാത്വികി ആകെ പരിഭ്രാന്തനായി. കാരണം അർജുൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാത്വികയെടുത്ത് യുധിഷ്ഠിരൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്ന്. പക്ഷെ ഇപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ് പോകാൻ. അന്നേരം സാത്വികി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, ഇനി ദ്രോണാചാര്യരെ ആക്രമിച്ച് യുധിഷ്ഠിരനെ ബന്ദിയാക്കി കഴിഞ്ഞാൽ അർജുനോട് ഞാൻ എന്ത് പറയാനാണ് എന്നിങ്ങനെ സാത്വികി ചിന്തിക്കുകയാണ്. എന്നിട്ട് സാത്വികി പറഞ്ഞു, അങ്ങ് പറഞ്ഞാൽ ഏത് കാര്യം ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷേ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ തീർച്ചയായിട്ടും അർജുൻ്റെ സേവകനാണ്. കാരണം സാത്വികി എന്ന് പറയുന്നത് അർജുൻ്റെ ശിഷ്യനും കൂടെയാണ്. ഞാൻ തീർച്ചയായിട്ടും കൗരവപക്ഷത്തെ തകർക്കാൻ തയ്യാറാണ്. പക്ഷേ അർജുൻ എന്നോട് പറഞ്ഞ വാക്കുകൾ അങ്ങയുടെ അടുത്ത് തന്നെ നിൽക്കണമെന്നാണ്. അതുകൊണ്ട് അങ്ങേ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് എനിക്ക് എങ്ങനെ പോകാൻ കഴിയും? കാരണം ദ്രോണാചാര്യർ ഏത് നിമിഷവും അങ്ങേ ബന്ദിയാക്കാൻ വരും. എന്നിട്ട് സാത്വികി യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, അർജുൻ ഒരിക്കലും ഒരു ആപത്തുണ്ടാവത്തില്ല. കാരണം സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ അർജുൻ്റെ കൂട്ടത്തിലില്ലേ. അതുകൊണ്ട് ആർക്കെങ്കിലും കൗരവപക്ഷത്ത് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ അർജുനുമായിട്ട് പിടിച്ചിരിക്കാനായിട്ട്? അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയൊരു വിജയത്തിൻ്റെ ആഹ്ലാദത്തിലായിരിക്കും അർജുൻ ഇപ്പോൾ ശംഖ് ഊതിയത്. ചിലപ്പോൾ ജയദ്രഥൻ്റെ വളരെ അടുത്തെത്തിക്കാണും. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അർജുൻ സുരക്ഷിതനാണ്. പക്ഷേ എന്നാലും അങ്ങേക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പറയുന്ന പോലെ കേൾക്കാം. പക്ഷേ അങ്ങേ ദ്രോണരിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ നിർത്തണം, അല്ലാതെ എനിക്ക് പോകാൻ കഴിയില്ല. ഉടൻ തന്നെ യുധിഷ്ഠിരൻ അടുത്തേക്കുന്ന ഒരുപാട് യോദ്ധാക്കളെ കാണിച്ചു. ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, നകുല സഹോദരന്മാർ, ദ്രൗപദിയുടെ പുത്രന്മാർ, ഘടോത്കചൻ, ഒരുപാട് യോദ്ധാക്കളെ കാണിച്ചു. തീർച്ചയായിട്ടും ഇവരെല്ലാവരും ദ്രോണരിൽ നിന്നും എന്നെ രക്ഷിക്കും. യുധിഷ്ഠിരൻ്റെ ആ ഉറച്ച തീരുമാനം കണ്ടിട്ട് സാത്വികി അർജുനൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് സാത്വികി ചിന്തിക്കുകയാണ്, ഇനി യുധിഷ്ഠിരൻ പറഞ്ഞതുപോലെ ശരിക്കും അർജുൻ എന്തെങ്കിലും ഒരു ആപത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാത്വികി അവിടെ പോകേണ്ടതാണ്. എന്നിട്ട് എല്ലാ യോദ്ധാക്കളെയും നോക്കിയിട്ട് സാത്വികി പറഞ്ഞു, അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാനിപ്പോൾ പോവുകയാണ്. അങ്ങേക്ക് എല്ലാ നന്മയും വരട്ടെ. ഞാൻ അതിവേഗതയിൽ കൗരവ സൈന്യത്തെ തകർത്ത് മുന്നോട്ട് പോകാൻ പോവുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വാഹനത്തിൻ്റെ വ്യൂഹം, പിന്നെ ആദ്യം അതിനു മുമ്പേ ഒരു ചന്ദ്രകലാകൃതിയിലുള്ള വ്യൂഹം, പിന്നെ ഒരു വാഹനത്തിൻ്റെ വ്യൂഹം, പിന്നെ ഒരു വലിയൊരു പത്മം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സൂചി വ്യൂഹത്തിലാണ് ജയദ്രഥൻ ഇരിക്കുന്നത്. എത്രയോ കിലോമീറ്റർ നീളത്തിലുള്ള ഒരു വ്യൂഹമാണിത്. അന്നേരം അർജുൻ അങ്ങ് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ
തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു വഴി തന്നെ സൃഷ്ടിച്ചു. അന്നേരം അതേ വഴിയിലൂടെ സാത്വികിക്ക് വീണ്ടും പോകണം. അന്നേരം ഈ യോദ്ധാക്കളെല്ലാം ഇപ്പോഴും യുദ്ധം ചെയ്യാനായിട്ട് അവിടെ നിൽക്കുകയാണ്. അന്നേരം അർജുൻ പോയതുപോലെ തന്നെ സാത്വികി പോയെങ്കിലേ ഈ വ്യൂഹത്തിൻ്റെ അപ്പുറത്തെത്താൻ കഴിയും. അന്നേരം സാത്വികി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അർജുൻ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെ കാണുകയായിരുന്നു. കാരണം ഇത്രയും ശക്തമായിട്ടുള്ള, ഇത്രയും നീളവും വ്യാപ്തിയുള്ള വളരെയധികം വിശാലമായിട്ടിരിക്കുന്ന ആ വ്യൂഹത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു വഴി കാണുകയാണ്, അർജുൻ ഉണ്ടാക്കിയ വഴി. ശവങ്ങളെല്ലാം ഇരുപക്ഷത്തും കൂടി നിൽക്കുന്നു, കിടക്കുന്നു, കുന്നുകൂടി കിടക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അർജുൻ പോയ വഴി കാണുകയാണ്. അതേ വഴിയിലൂടെ സാത്വികി മുന്നോട്ട് പോവുകയാണ്. കാരണം അർജുൻ ഏകദേശം ജയദ്രഥൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അത്രയും ദൂരം സാത്വികി മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് സാത്വികയെ തടയാനായിട്ട് വരുന്ന എല്ലാ യോദ്ധാക്കളെയും സാത്വികി കൊന്നെടുത്ത് ഒടുക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് രാവിലെ മുതൽ തുടങ്ങിയ യുദ്ധം വൈകുന്നേരമായി അർജുൻ അപ്പുറത്തെത്താൻ. അത്രയ്ക്ക് ഭീകരമായിട്ടായിരുന്നു അർജുൻ്റെ യുദ്ധം. പക്ഷെ സാത്വികിക്ക് 1 മണിക്കൂറേ എടുത്തുള്ളൂ അർജുൻ്റെ അടുത്ത് എത്താൻ, ഇത്രയും ദൂരം ഉണ്ടായിട്ടും. കാരണം അർജുൻ പ്രത്യേക ഒരു വഴി തന്നെ സൃഷ്ടിച്ചിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അന്നേരം 1 മണിക്കൂറിനുള്ളിൽ തന്നെ സാത്വികിക്ക് അർജുൻ്റെ രഥം കാണാൻ പറ്റി, രഥത്തിൻ്റെ ആ ധ്വജസ്തംഭം കാണാൻ പറ്റി. ഉടൻ തന്നെ സന്തോഷത്താൽ സാത്വികി ശംഖൂതി. സാത്വികി അയച്ചിട്ടും യുധിഷ്ഠിരന് ഇപ്പോഴും ഒരു പരിഭ്രാന്തിയായിരുന്നു. ഒരു ഭീമനോട് പറഞ്ഞു, ഭീമ, എനിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നു. അർജുൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് എനിക്കൊരു ആശങ്ക തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ സാത്വികയെ പറഞ്ഞയച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അർജുനെക്കുറിച്ചും സാത്വികയെക്കുറിച്ചും രണ്ടുപേരെക്കുറിച്ചും ഓർത്ത് വിഷമം വരുന്നു, നല്ല ആശങ്ക തോന്നുന്നു. അതുകൊണ്ട് ഭീമ, നിനക്കാണ് ശത്രുക്കളെ എല്ലാം നശിപ്പിക്കാൻ കഴിയുന്നത്. അതിവേഗതയിൽ നീ സാത്വികയും നിൻ്റെ സഹോദരനായ അർജുനെയും സഹായിക്കാൻ പോകാൻ പറഞ്ഞു. അവിടെ നീ എത്തിയാൽ അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നീ നന്നായി അലറി ഒന്ന് ഗർജിക്കണം. അത് കേൾക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. നീ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അർജുനെയും സാത്വികയും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ജയദ്രഥൻ മരിച്ചു എന്ന് തന്നെ എനിക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇത് കേട്ടിട്ട് ഭീമൻ ചിരിക്കുകയാണ്. ഭീമൻ പറഞ്ഞു, അർജുൻ എന്ത് ആപത്ത് വരാനാണ്? പക്ഷെ അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോവാം. അധികം താമസിക്കാതെ തന്നെ എൻ്റെ അലർച്ച അങ്ങ് കേൾക്കാൻ കഴിയും. അങ്ങ് സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. ഭീമൻ പോകുന്നതിന് മുമ്പേ ദൃഷ്ടദ്യുമ്നൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ അർജുൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ദ്രോണരുടെ പ്രതിജ്ഞ അങ്ങേക്ക് അറിയാമല്ലോ. ജ്യേഷ്ഠനെ ബന്ദിയാക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അതുകൊണ്ട് എപ്പോഴും ജ്യേഷ്ഠൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. പിന്നെ അങ്ങ് ദ്രോണരെ വധിക്കാൻ തന്നെ വന്ന ആളല്ലേ. അതുകൊണ്ട് അങ്ങ് ഉള്ളപ്പോൾ യുധിഷ്ഠിരനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൃഷ്ടദ്യുമ്നൻ ഉറപ്പ് നൽകി. ഭീമൻ അതിവേഗതയിൽ കൗരവ സൈന്യത്തിൻ്റെ മധ്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. സാത്വികി മുന്നോട്ട് പോയതുപോലെ തന്നെ അർജുനുണ്ടാക്കിയ ആ നാശനഷ്ടങ്ങളെല്ലാം ഭീമനും കണ്ട് രസിക്കുകയാണ്. ആ വഴി കൂടെ തന്നെ അതിവേഗതയിൽ ഭീമൻ മുന്നോട്ട് പോവുകയാണ്. അതിനോടൊപ്പം സാത്വികിയും കൂടെ കുറേ പേരെ കൊന്നിരിക്കുന്നു, അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സാത്വികി പോയതേക്കിനെക്കാട്ടിയും വേഗതയിൽ ഭീമൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോകുന്ന സമയത്ത് പല യോദ്ധാക്കളും വന്നു. അവരെയെല്ലാം നിഷ്പ്രയാസം ഭീമൻ തകർത്തു. എന്നിട്ട് അധികം താമസിക്കാതെ തന്നെ അർജുൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അർജുൻ്റെ ധ്വജസ്തംഭം കണ്ടു, സാത്വികയും കണ്ടു. ഉടൻ തന്നെ ഭീമൻ അലറി, വളരെ ശക്തമായിട്ട് അലറിയുന്നുള്ളൂ. അർജുനൻ അപ്പോഴേക്കും സാത്വികയെ കണ്ടു, ഭീമൻ്റെ അലർച്ചയും കേട്ടു. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, ഇപ്പോൾ മഹാശക്തനായിട്ടുള്ള ഭീമസേനൻ വന്നിരിക്കുകയാണ്. ഇനി കൗരവർക്ക് ആർക്കും ജയദ്രഥനെ രക്ഷിക്കാൻ കഴിയില്ല. ഞാനും ഭീമനും സാത്വികയും കൂടെ ചേർന്ന് തീർച്ചയായിട്ടും ഇനി കൗരവരെ എല്ലാം അകറ്റി ജയദ്രഥനെ കൊല്ലും. അർജുന് വലിയ അത്ഭുതമായി സാത്വികയെ കണ്ടപ്പോൾ. പക്ഷെ അതേ സമയത്ത് യുധിഷ്ഠിരൻ സുരക്ഷിതനാണോ എന്നുള്ളൊരു ആശങ്കയും വന്നു. പക്ഷെ സാത്വികി ഉറപ്പ് നൽകി യുധിഷ്ഠിരനെ സംരക്ഷിക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ഇനി ദ്രോണാചാര്യർ സ്വയം ജയദ്രഥനെ സംരക്ഷിക്കുന്നതായിട്ടും കണ്ടു. അതുകൊണ്ട് യുധിഷ്ഠിരന് എന്തായാലും ഉടനെ ഒരു ആപത്തില്ല. കാരണം ദ്രോണാചാര്യരായിരുന്നു യുധിഷ്ഠിരനെ
ബന്ദിയാക്കാമെന്ന് പറഞ്ഞത്. അന്നേരം യുധിഷ്ഠിരൻ ഇപ്പോൾ ദ്രോണാചാര്യയാണെങ്കിൽ ഇപ്പോൾ ജയദ്രഥനെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഇടയിൽ ദ്രോണാചാര്യ പോയി ബന്ദിയാക്കത്തില്ല എന്ന് അർജുൻ ഉറപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ അർജുൻ സാത്വികയെ കെട്ടിപ്പിടിച്ചു. കാരണം അധികം ഒട്ടും താമസിക്കാതെ തന്നെയായിരുന്നു ഇത്രയും സൈന്യത്തെയും നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. സാത്വികയെ അഭിനന്ദിച്ചിട്ട് അർജുൻ പറഞ്ഞു, എന്നെ സഹായിക്കൂ ജയദ്രഥനെ കൊല്ലാനായിട്ട്. ഇനി സൂര്യാസ്തമയത്തിന് വെറും 2 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അർജുന് കർണനെയും അശ്വത്ഥാമാവിനെയും പല പല യോദ്ധാക്കളെയും കീഴടക്കേണ്ടതായിട്ടുണ്ട്. അവരെല്ലാം കീഴടക്കിയതിന് ശേഷമേ ജയദ്രഥൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയൂ. പിന്നെ ദ്രോണാചാര്യർ എന്തായാലും ഇനി മിണ്ടാതിരിക്കത്തില്ല. ദ്രോണാചാര്യരും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ജയദ്രഥനെ രക്ഷിക്കാൻ നോക്കും. ദുര്യോധൻ അപ്പോഴേക്കും കയ്യിൽ കൊണ്ട് ആ മുറിവിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അത് നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു. 4 വിരലും തുളച്ച് കയറിയായിരുന്നു അസ്ത്രങ്ങൾ. അന്നേരം അതിൽ നിന്ന് ഇപ്പോൾ ആ മുറിവെല്ലാം ഉണങ്ങി അത്ഭുത മരുന്നുകൾ കൊണ്ട്. എന്നിട്ട് വീണ്ടും ദുര്യോധൻ യുദ്ധത്തിനായിട്ട് വന്നിരിക്കുകയാണ്. ഇവരെല്ലാം അർജുൻ്റെയും ജയദ്രഥൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു ഉറപ്പും ഇല്ലായിരുന്നു അർജുൻ ജയദ്രഥനെ വധിക്കും, അർജുൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ പറ്റുമെന്ന് ഒരു ഉറപ്പും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭീമൻ അടുത്തുണ്ട്. ഭീമൻ വന്നതോടുകൂടി കൗരവർ കൂടുതൽ ഭയപ്പെടാൻ തുടങ്ങി. കാരണം അർജുനെ തന്നെ തടയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഭീമനും സാത്വികയും കൂടെ വന്നപ്പം പിന്നെ ഒന്നും പറയാനില്ല. ആർക്കാണ് ഇവരെ തടയാൻ കഴിയില്ല. അന്നേരം 3 പാണ്ഡവ യോദ്ധാക്കളും കൂടെ ചേർന്ന്, അതായത് അർജുൻ, ഭീമൻ, സാത്വികി, ജയദ്രഥനെ സംരക്ഷിക്കുന്ന ആ അവസാനത്തെ വ്യൂഹം, സൂചി വ്യൂഹത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. കർണൻ ഏറ്റവും മുന്നിൽ വന്നു. ഭീമൻ കർണനെ വെല്ലുവിളിച്ചു. കർണൻ അതിവേഗതയിൽ ഭീമൻ്റെ അടുത്തേക്ക് ചാടി വന്നു എന്നുള്ളതാണ്. 100 കണക്കിന് അസ്ത്രങ്ങൾ അയച്ചു. അതിനെയെല്ലാം തടഞ്ഞു ഭീമൻ 100 അസ്ത്രങ്ങൾ കൊണ്ട്. 2 യോദ്ധാക്കളും രണ്ടുപേരും തുറച്ചു നോക്കാൻ തുടങ്ങി. എന്നിട്ട് വട്ടത്തിൽ കറങ്ങി രഥത്തിൽ ഓടിച്ചുകൊണ്ട് അവർ കുറേ നേരം അന്യോന്യം നോക്കി എതിരാളിയുടെ ആ നീക്കത്തെ അളക്കാൻ നോക്കുകയായിരുന്നു. എന്നിട്ട് നിമിഷങ്ങൾക്കകം അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി 2 പേരും. അവിടെ തുടർച്ചയായിട്ട് അസ്ത്രം അയക്കുന്നതിൻ്റെ ആ ശബ്ദം കേൾക്കാൻ പറ്റുകയായിരുന്നു. അത്രയ്ക്ക് വേഗതയിലായിരുന്നു 2 പേരും അസ്ത്രം അയക്കുന്നത്. 2 പേരും ഒരു ബലഹീനതയും കാണിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് എതിരാളികൾക്ക് ഒരു അവസരം പോലും കിട്ടിയില്ല 2 പേർക്കും ആ എതിരാളിയെ തകർക്കാനായിട്ട്. കർണനും ഭീമനുമായിട്ടുള്ള യുദ്ധം അത്ഭുതത്തോടു കൂടിയാണ് യോദ്ധാക്കളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. കർണൻ്റെ ആ വേഗത കണ്ടിട്ട് എല്ലാവർക്കും തോന്നി ഭീമൻ ഇപ്പം തീരുമെന്ന്. പക്ഷേ ഭീമൻ്റെ ആ വേഗത കണ്ടിട്ട് അവർക്ക് വലിയ അത്ഭുതം തോന്നി. ചില സമയത്ത് അവർക്ക് തോന്നി കർണൻ തീർന്നത് തന്നെയെന്ന്. ഭീമൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കർണനുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. എന്നിട്ട് നല്ല ദേഷ്യത്തോടു കൂടി കർണനെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം കർണനായിരുന്നു പാണ്ഡവരെ ഇത്രത്തോളം ദുഃഖിപ്പിച്ചത്. ചൂതുകളിയിൽ ദ്രൗപദി ദേവിയെ അപമാനിതയാക്കാനുള്ള പ്രധാന കാരണം ദുര്യോധൻ തന്നെയാണ്. അതെല്ലാം ഭീമൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദ്രൗപദി ദേവി വസ്ത്രാക്ഷേപം ചെയ്യാനും അതിനുള്ള നിർദ്ദേശം കൊടുത്തതും കർണൻ തന്നെയായിരുന്നു. എപ്പോഴും പാണ്ഡവരെ അപമാനിക്കാനും വേദനിപ്പിക്കാനും ഒരു അവസരം പോലും പാഴാക്കി കളയാറില്ലായിരുന്നു കർണൻ. വനവാസത്തിന് പോയപ്പോഴും കർണൻ്റെ ആ കളിയാക്കുകൾ നിറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഭീമൻ്റെ ചെവിയിലുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അവൻ തന്നെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒട്ടും ഭയമില്ലാതെ ഭീമൻ കർണനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെവി വരെ ആ വില്ലിൻ്റെ ആ ഞാണ് വലിച്ച് അത്രയ്ക്ക് ശക്തമായിട്ട് തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീമൻ്റെ അസ്ത്രങ്ങൾ കാരണം കർണനെ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കർണൻ്റെ കഴിവിൻ്റെ പരമാവധി ആ അസ്ത്രങ്ങളെയൊക്കെ തടയാൻ ശ്രമിച്ചു. ഭീമനെ 9 അസ്ത്രങ്ങൾ കൊണ്ട് നന്നായി
മുറിവേൽപ്പിച്ചു. പക്ഷെ എന്നിട്ടും ഭീമൻ വീണ്ടും വീണ്ടും കർണൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ അസ്ത്രങ്ങളെ കൊണ്ട് കർണൻ്റെ ശരീരം മുഴുവൻ നിറഞ്ഞു എന്നുള്ളതാണ്. കർണനെ ഗദ വെച്ച് തകർക്കാമെന്ന് വിചാരിച്ച് ശക്തമായിട്ടുള്ളൊരു ഗദയും പിടിച്ചുകൊണ്ട് അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് രഥത്തിൻ്റെ അടുത്തെത്തിയ ഉടൻ തന്നെ എല്ലാ കൗരവപക്ഷത്തിലുള്ള എല്ലാവരും പേടിച്ചു. ഭീമൻ്റെ കൈകൊണ്ടൊരു ഗദയുടെ അടി കിട്ടിക്കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടാറില്ല. വലിയ വലിയ ആനകൾ പോലും തെറിച്ചു പോകും. അന്നേരം അവരെല്ലാവരും വിചാരിച്ചു കർണൻ തീർന്നത് തന്നെയെന്ന്. വളരെ ശക്തമായിട്ട് ഭീമസേനൻ ആ ഗദയെ കറക്കി കർണൻ്റെ നേരെ അടിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കർണൻ്റെ ഗദയെടുത്ത് അതിനെ തടഞ്ഞു എന്നുള്ളതാണ്. വളരെ ഇടിവെട്ടുന്ന പോലെ രണ്ട് ഗദകളും കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ചെവി അടയുന്ന രീതിയിലുള്ള അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ശബ്ദമായിരുന്നു. എല്ലാ ദിശകളിലും ഇവരുടെ ആ ഗദയടിയുടെ ആ ശബ്ദം കേൾക്കാൻ പറ്റുമായിരുന്നു. അന്നേരം അടുത്ത് ഇന്ന് കുറേ നേരം ഇവർ ഗദ യുദ്ധം ചെയ്തു. പിന്നെ രണ്ട് രഥത്തിൻ്റെയും സാരഥിമാർ അവരവരുടെ രഥത്തെ അകറ്റി. എന്നിട്ട് വീണ്ടും അവർ അമ്പും വില്ലുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. വീണ്ടും രഥങ്ങൾ കറങ്ങി കറങ്ങി യുദ്ധം ചെയ്യുകയാണ്. തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയത്ത് ഭഗവാൻ കൃഷ്ണനും അർജുനനും തോന്നി കർണനുമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭീമന് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കാരണം ദേഷ്യത്താൽ കർണൻ യുദ്ധം ചെയ്യുമ്പോൾ നല്ല ശക്തനായിട്ടുള്ള ഒരു എതിരാളി തന്നെയാണ്. ഭഗവാനും അർജുനും സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇതിനു മുമ്പേ പല പ്രാവശ്യം കർണൻ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും രൂക്ഷമായിട്ട് ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പക്ഷെ ഭീമനാണെങ്കിൽ വിട്ടുകൊടുക്കുന്നുമില്ല. വളരെ വിദഗ്ധമായിട്ടായിരുന്നു കർണനെ തടയുന്നത്. എല്ലാവരും ഭീമനെ അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു. കർണൻ അയക്കുന്ന അസംഖ്യം അസ്ത്രങ്ങളെ ഭീമൻ തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയത്ത് അർജുനും സാത്വികയും ബാക്കിയുള്ള കൗരവരെയും തകർത്തുകൊണ്ടിരിക്കുന്നു. ആനപ്പടയാളികളും കുതിരപ്പടയാളികളും കാൽപ്പടയാളികളും എല്ലാം മരിച്ചു വീഴുകയാണ്. അവരുടെ എല്ലാം ശവം കുന്നുകൂടി കിടക്കുന്നു. ഭീമൻ പെട്ടെന്ന് തന്നെ കർണൻ്റെ വില്ല് 2 തുണ്ടമാക്കുകയാണ് മൂർച്ചയേറിയ അസ്ത്രങ്ങൾ കൊണ്ട്. എന്നിട്ട് ഒരു സാരഥിയെ കൊല്ലുകയാണ്. എന്നിട്ട് 50 അസ്ത്രങ്ങൾ അയക്കുകയാണ്. രഥം അനങ്ങാൻ പറ്റില്ല, കാരണം സാരഥി മരിച്ചു. കർണൻ ആ അസ്ത്രങ്ങളെല്ലാം തടഞ്ഞതിന് ശേഷം ഒരു കുന്തം എടുത്തു. എന്നിട്ട് ഇന്ദ്രൻ്റെ വജ്രായുധം പോലെ ആ കുന്തത്തെ വളരെ ശക്തമായിട്ട് ഭീമനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. ആ കുന്തം വരുന്ന കണ്ടിട്ട് ഭീമൻ ചന്ദ്രകല ആകൃതിയിലുള്ള ഒരു 7 അസ്ത്രങ്ങൾ എടുത്തു. എന്നിട്ട് അതിവേഗതയിൽ അത് അയച്ചു. അത് കുന്തത്തെ 8 തുണ്ടമാക്കി. എന്നിട്ട് അടുത്തൊരു 20 അസ്ത്രങ്ങൾ കൊണ്ട് കർണൻ്റെ നെഞ്ചിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. എന്നിട്ട് സന്തോഷം കൊണ്ട് അലറി ഭീമൻ. നിമിഷങ്ങൾക്കകം കർണൻ അടുത്തൊരു വില്ലെടുത്തു. എന്നിട്ട് ഒരു 12 അസ്ത്രങ്ങൾ ഭീമനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഭീമൻ അപ്പോൾ അസ്ത്രങ്ങൾ കോർത്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അന്നേരം കർണൻ്റെ ഈ വേഗത കണ്ടിട്ട് ദേവന്മാർ വരെ അത്ഭുതപ്പെട്ടു. അതായത് ഇത്രയും മുറിവേൽപ്പിച്ചിട്ടും കർണൻ പുതിയൊരു വില്ലിൻ്റെ ഞാണ് കോർത്തു. എന്നിട്ട് 12 അസ്ത്രങ്ങൾ അയച്ചു. അപ്പോഴേക്കും ഭീമൻ അടുത്ത അസ്ത്രങ്ങൾ എറിയാനായിട്ട് തുടങ്ങുന്നേ ഉള്ളായിരുന്നു. ഭീമൻ്റെ സാരഥി രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഭീമൻ്റെ സാരഥി വിശോകനായിരുന്നു. അന്നേരം ഭീമൻ്റെ സാരഥി രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ആ 12 അസ്ത്രങ്ങളെയും ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ്.
അങ്ങനെ രണ്ട് വലിയ ശക്തനായിട്ടുള്ള ആനകൾ കൂട്ടിമുട്ടുന്ന പോലെയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും യുദ്ധം. ഒട്ടും തളരാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ അവർ ചിരിക്കാറുണ്ടായിരുന്നു, ചില സമയത്ത് എതിരാളിയെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുമായിരുന്നു, ചില സമയത്ത് അവർ ശംഖ് ഊതുകയുണ്ടായിരുന്നു. രണ്ടുപേരും രൂക്ഷമായിട്ട് രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും എങ്ങനെയെങ്കിലും എതിരാളിയെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോട് യുദ്ധം ചെയ്യാം. ഭീമസേനൻ വീണ്ടും കർണൻ്റെ വില്ല് ഒടിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് 4 കുതിരകളെയും കൊന്നു. എന്നിട്ട് രണ്ടാമതൊരു സാരഥി ഉണ്ടായിരുന്നു, ആ സാരഥിയും കൊന്നു. എന്നിട്ട് പൂർണ്ണ ശക്തി എടുത്തിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ കർണനെതിരെ എറിഞ്ഞു എന്നുള്ള, കർണനെ മൂടിയ അസ്ത്രങ്ങൾ കൊണ്ട്. അതോടുകൂടി കർണൻ്റെ കുതിരകൾ, സാരഥി, എന്നിട്ട് കർണൻ്റെ ദേഹം മുഴുവൻ അസ്ത്രങ്ങളെ കൊണ്ട് മൂടിക്കിടക്കുകയായിരുന്നു. കർണന് ആകെ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇത്രയും പ്രശ്നത്തിലാണെന്ന് കണ്ടിട്ട് ദുര്യോധൻ ഉടൻ തന്നെ ദുര്യോധൻ്റെ സഹോദരനായ ദുർമുഖനെ കർണനെ രക്ഷിക്കാനായിട്ട് അയക്കുകയാണ്. ആ സമയത്തും ഭീമൻ്റെ അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ അസ്ത്രങ്ങളുടെ നടുവിലൂടെ ദുർമുഖൻ കർണനെ രക്ഷിക്കാനായിട്ട് ഓടിയെത്തുകയാണ്. ഇത് ഭയങ്കര രസമായിട്ട് കേൾക്കണം. രഥവും പിടിച്ചുകൊണ്ട് കർണൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് കർണൻ ദുർമുഖൻ്റെ, അതായത് ദുര്യോധൻ്റെ സഹോദരനാണ്. കർണൻ ദുര്യോധൻ്റെ സഹോദരനായ ദുർമുഖൻ്റെ രഥത്തിലേക്ക് ചാടി കയറുന്ന ആ നിമിഷം തന്നെ ഭീമൻ ദുർമുഖനെയും ദുർമുഖൻ്റെ സാരഥിയും കുതിരകളെയും കൊന്നു. ഇത് കണ്ടിട്ട് കർണനാകെ സ്തംഭിച്ചു. കർണനാകെ വിഷമമായി. കാരണം കർണനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നല്ലോ ദുർമുഖൻ വന്നത്. അന്നേരം അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കർണൻ ഉടനെ ദുർമുഖനെ പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് വേറൊരു യോദ്ധാവിൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് ഓടുകയാണ്. അതേ സമയത്ത് ദുര്യോധൻ്റെ ഒരു കൂട്ടം സഹോദരങ്ങൾ കർണനെ രക്ഷിക്കാനായിട്ട് ആ സമയത്ത് എത്തുകയാണ്. അന്നേരം ഇത്രയും ദുര്യോധൻ്റെ സഹോദരന്മാരെ ഒന്നിച്ച് കണ്ടപ്പോൾ ഭീമൻ ഒരുപാട് സന്തോഷമായി. കാരണം ഇവരെ എല്ലാം കൊല്ലണമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണല്ലോ. അന്നേരം ഭീമൻ ഇനിയും ശക്തമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും നോക്കി നിൽക്കെ 3 സഹോദരന്മാരെയും കൂടെ കൊന്നു. എന്നിട്ട് ഉറക്കെ അലറാൻ തുടങ്ങി. ബാക്കിയുള്ള സഹോദരന്മാരെല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി. എന്നിട്ട് വളരെ ദൂരത്തിൽ നിന്നും ഭീമൻ്റെ ഈ ശബ്ദം കേട്ടിട്ട് യുധിഷ്ഠിരൻ ഒരുപാട് സമാധാനമായി. അപ്പോൾ യുധിഷ്ഠിരൻ കുറച്ചും കൂടെ ഉറപ്പായി അർജുനനും ഭീമനും സുരക്ഷിതരാണ്. ഭീമൻ്റെ ഈ ആക്രമണം കാരണം ആർക്കും ഭീമൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. ആ സമയത്ത് ധൃതരാഷ്ട്രയുടെ 4 സഹോദരന്മാരും മുന്നിൽ വന്നു. ഓരോരോ അസ്ത്രങ്ങൾ കൊണ്ട് അവരെയും കൊന്നു എന്നുള്ള. കർണൻ വീണ്ടും വന്നു, കർണനെയും കീഴടക്കി. അസംഖ്യ അസ്ത്രങ്ങൾ കൊണ്ട് ഭീമൻ കീഴടക്കി എന്നുള്ള. അവസാനം കർണൻ അവിടെ നിന്ന് ഓടിപ്പോവേണ്ടി വന്നു. അന്നേരം വലിയൊരു കൊടുങ്കാറ്റ് വീശുന്ന പോലെയായിരുന്നു ഭീമൻ്റെ ആക്രമണം. ദുര്യോധൻ്റെ സഹോദരങ്ങളെ തന്നെ ഉന്നം വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയക്കുകയായിരുന്നു. ഒരു സിംഹം എങ്ങനെയാണോ മാൻപേടകളെ ആക്രമിക്കുന്നത്, വേട്ടയാടുന്നത്, അതേപോലെ. അന്നേരം നല്ല വിഷമുള്ള സർപ്പങ്ങൾ ചീറ്റി വരുന്നത് പോലെയായിരുന്നു ഭീമൻ്റെ ഓരോ അസ്ത്രങ്ങളും. കാരണം ഭീമൻ ഇത്രയും ശക്തി കിട്ടിയത് ഇവരെല്ലാം ചെയ്ത ദ്രോഹങ്ങളെ ആലോചിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു ദയയില്ലാതെ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി അവസാനം ഭീമൻ വികർണനെ കാണുകയാണ്. അന്നേരം ആ സഭയിൽ വെച്ച് ദ്രൗപദി ദേവിക്ക് വേണ്ടി സംസാരിച്ച ഒരേ ഒരു വ്യക്തി ഈ വികർണനായിരുന്നു. ദുര്യോധൻ്റെ സഹോദരൻ കൂടെയാണ്. പിന്നെ പാണ്ഡവർക്ക് എല്ലാവർക്കും അറിയാം വികർണന് പാണ്ഡവരോട് ഒരു പ്രത്യേക സൗഹൃദവും സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് യുധിഷ്ഠിരനോട്. പക്ഷേ
പക്ഷേ വികർണൻ എന്തായാലും ഇപ്പം ദുര്യോധൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. അതുകൂടാതെ ഭീമൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു ധൃതരാഷ്ട്രയുടെ 100 പുത്രന്മാരെയും കൊല്ലുമെന്ന്. പിന്നെ ക്ഷത്രിയ കർത്തവ്യം അനുസരിച്ച് എതിരാളി ആരായാലും സുഹൃത്താണെങ്കിൽ പോലും അവരുമായിട്ട് യുദ്ധം ചെയ്യണം. അതുകൊണ്ട് ഭീമൻ ഇതൊക്കെ ആലോചിച്ചിട്ട് യുദ്ധം ചെയ്യുകയാണ്. ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ വികർണന് ചുറ്റും നിൽക്കുന്ന സഹോദരങ്ങളെല്ലാം കൊന്നൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം വെറും 3 അസ്ത്രങ്ങൾ കൊണ്ട് വികർണനെ കൊല്ലുകയാണ്. അങ്ങനെ വികർണൻ മരിച്ചു വീണപ്പോൾ ഭീമൻ രഥത്തിൽ നിന്ന് ഇറങ്ങി വികർണന് പ്രദക്ഷിണം ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഭീമൻ ഒരു ദുഃഖം തോന്നുന്നത് ദുര്യോധൻ്റെ സഹോദരങ്ങളെ കൊല്ലുന്നതിൽ ആദ്യമായിട്ട്. കാരണം വികർണനെ കൊല്ലാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും വികർണൻ്റെ ധർമ്മനീതി അതൊക്കെ ആലോചിച്ചിട്ട് അവൻ എന്തായാലും ഒരു ഉപരി ലോകങ്ങളിലേക്ക് പ്രവേശനം കിട്ടും എന്ന് ഭീമൻ ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് വികർണൻ എല്ലാവിധ ബഹുമാനവും കൊടുത്തിട്ട് ഭീമൻ വീണ്ടും യുദ്ധം ആരംഭിച്ചു. അതേ സമയത്ത് സാത്വികി ദ്രോണരെ സഹായിക്കുന്ന യോദ്ധാക്കളെ എല്ലാം അകറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ദ്രോണാചാര്യരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് അർജുൻ ജയദ്രഥൻ്റെ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇനി സൂര്യാസ്തമയത്തിന് അധികം സമയമില്ല. ഇനി അതുകൂടാതെ 3 പാണ്ഡവ യോദ്ധാക്കളും അവരുടെ കഴിവിൻ്റെ പരമാവധി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുര്യോധന ഒരുപാട് ദുഃഖമായി. കാരണം ദുര്യോധൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ദുര്യോധൻ്റെ 30 സഹോദരങ്ങളെയാണ് ഭീമൻ കൊന്നിരിക്കുന്നത്. അപ്പോൾ ദുര്യോധൻ വിതുരരുടെ വിതുരർ പറഞ്ഞ ഓരോ വാക്കുകളും ദുര്യോധൻ ഓർമ്മ വരികയാണ്. ദുര്യോധൻ പല പ്രാവശ്യവും പറഞ്ഞിരുന്നു പാണ്ഡവരുമായിട്ടുള്ള ശത്രുത നല്ലതല്ലെന്നും അതിൻ്റെ പരിണാമം ഒരിക്കലും നല്ലതായിരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുര്യോധൻ ചിന്തിക്കുകയാണ്, തീർച്ചയായിട്ടും ഭീമൻ ഒരു സാധാരണ മനുഷ്യനല്ല, അർജുനും സാധാരണ മനുഷ്യനല്ല. 2 പേരും ഇന്ദ്രനെയും മഹാദേവനെയും പോലെയായിരുന്നു. ഇന്ദ്രനും മഹാദേവനും അസുരന്മാരെ കൊന്നൊടുക്കുന്ന പോലെയായിരുന്നു കൗരവരെ കൊല്ലുന്നത്. അതുകൂടാതെ അധികം ദൂരെ അല്ലാതെ സാത്വികി ഒറ്റയ്ക്ക് ത്രികർത്തക സൈന്യത്തെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ദുര്യോധന് മനസ്സിലായി എന്തോ ഒരു ദിവ്യശക്തി ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയല്ല, ഭഗവാൻ തന്നെയാണെന്ന് ദുര്യോധന് തോന്നി. അതേസമയത്ത് ദുര്യോധൻ അസുരന്മാരിൽ നിന്നും കിട്ടിയ ഉറപ്പിനെക്കുറിച്ചും ചിന്തിച്ചു. എന്നിട്ട് ദുര്യോധൻ ചിന്തിക്കുകയാണ്, ദേവന്മാർ ഇവരെ സഹായിക്കുന്നുണ്ടെങ്കിലും അതായത് അസുരന്മാർ ഉറപ്പ് നൽകിയിരുന്നു ദുര്യോധനെ സഹായിക്കാമെന്ന്. എന്നിട്ടും സാക്ഷാൽ ഭഗവാനും ദേവന്മാരും എതിരെ നിൽക്കുമ്പോൾ ആർക്കും ജയിക്കാൻ കഴിയില്ല. ത്രിലോകങ്ങളിലുള്ള ആർക്കും ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇനി അതുകൂടാതെ ത്രിലോകങ്ങളിലുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള യോദ്ധാക്കളാണ് എൻ്റെ സൈന്യത്തിലുള്ള ദുര്യോധൻ ചിന്തിക്കുകയാണ്. പക്ഷെ എന്നിട്ടും പാണ്ഡവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ദുര്യോധൻ ചിന്തിക്കുകയാണ്, സാക്ഷാൽ ദേവേന്ദ്രൻ്റെ കവചത്താൽ ഒരാൾ നിന്നാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ദുര്യോധൻ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാൻ ഇനി അധികം സമയമില്ല. അപ്പോൾ ദുര്യോധന് വീണ്ടും പ്രതീക്ഷ തോന്നി. കാരണം ഇനിയും ദ്രോണരും അശ്വത്ഥാമാവുമായിട്ടൊക്കെ യുദ്ധം ചെയ്യണം. അതുകൂടാതെ അവരെ സഹായിക്കാനായിട്ട് വേറെയും കുറേ കൗരവ യോദ്ധാക്കളുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അർജുനെ ഒന്ന് തടഞ്ഞാൽ മതി. അതുകൊണ്ട് ദുര്യോധൻ്റെ ഉള്ളിൽ പ്രതീക്ഷ വീണ്ടും ജാഗ്രതമായി. ദുര്യോധൻ സാരഥിയെടുത്ത് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ദ്രോണരുടെ അടുത്തേക്ക് എത്തിക്കാം. കാരണം അവസാനമായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞാൽ, ഒരു ശക്തമായിട്ടുള്ളൊരു വ്യൂഹം ഉള്ള യോദ്ധാക്കളെ കൊണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ജയദ്രഥനെ സംരക്ഷിക്കാൻ എങ്കിൽ അർജുനെ തടയാൻ കഴിയും. കാരണം എന്തായാലും ദ്രോണരും കർണനും കൃപാചാര്യ അശ്വത്ഥാമ ശല്യൻ
അതുകൂടാതെ വേറെ 12 യോദ്ധാക്കളും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇവരുമായിട്ടൊക്കെ സൂര്യാസ്തമയത്തിന് മുമ്പേ യുദ്ധം ചെയ്ത് ജയദ്രഥൻ്റെ അടുത്ത് എത്താൻ കഴിയില്ല എന്ന് ദുര്യോധനൻ വിചാരിച്ചു. അങ്ങനെ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് സാത്വികി ഭൂരിശ്രവസുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ശത്രുതയുണ്ട്, രണ്ടുപേരോടും. കാരണം സാത്വികയുടെ അച്ഛനായ സിനി സോമദത്തൻ, ഭൂരിശ്രവസിൻ്റെ അച്ഛനെ സോമദത്തനെ ഒരു സ്വയംവരത്തിൽ വെച്ച് തോൽപ്പിച്ചിരുന്നു. എന്നിട്ട് സിനി സോമദത്തനെ മുടിയിൽ പിടിച്ച് വലിച്ചഴച്ച് എല്ലാ രാജാക്കളുടെ മുമ്പിൽ വെച്ച് ചവിട്ടിയിരുന്നു. അതിനുശേഷം സോമദത്തൻ മഹാദേവനെ തപസ് ചെയ്തിട്ട് ഒരു വരം കിട്ടിയിരുന്നു. സിനി എന്താണോ എന്നോട് ചെയ്തത് അത് തന്നെ എൻ്റെ മകൻ സിനിയുടെ മകനോട് ചെയ്യുന്നു. അന്നേരം സിനിയുടെ മകനാണ് സാത്വികി. അന്നേരം സാത്വികിയും ഭൂരിശ്രവസും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രണ്ടുപേരും കാളകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരുടെയും കുതിരകളും സാരഥികളും മരിച്ചു വീണു. രഥമെല്ലാം തുണ്ടം തുണ്ടുമായി. ഉടൻ തന്നെ ആ തകർന്ന രഥങ്ങളിൽ നിന്ന് രണ്ടുപേരും ചാടി എന്നിട്ട് അവരുടെ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ചുറ്റിക്കറങ്ങി കറങ്ങി അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള വാളുകൊണ്ടുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന അടവുകളും രണ്ടുപേരും പ്രകടിപ്പിച്ചു. പല രീതിയിലും കറങ്ങിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടും ചാടി, അങ്ങനെ പല രീതിയിലും പല അടവുകളും ഇവർ കാണിച്ചു. ചില സമയത്ത് അവർ വായുവിലേക്ക് ചാടുന്നു, എന്നിട്ട് എതിരാളിയുടെ തലയ്ക്ക് മേളിലേക്ക് ആക്രമിക്കുന്നു. അപ്പോൾ ആ എതിരാളി ആ വാള് വെച്ച് തന്നെ തടയുന്നു. അങ്ങനെ പല രീതിയിലും പല അടവുകളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ആ വാള് കൊണ്ടുള്ള യുദ്ധം, ആ വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം അവിടെ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും വളരെ ശക്തമായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. തീപ്പൊരി പാറാൻ തുടങ്ങി അവരുടെ വാളുകളിൽ നിന്നും. ചില സമയത്ത് അവരുടെ കവചത്തിലും ആ വാള് കൊള്ളാറുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം തീപ്പൊരി പാറാൻ തുടങ്ങി. അതിവേഗതയിലും പല പല വിദഗ്ധമായിട്ടുള്ള അടവുകളും രണ്ടുപേരും കാണിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെല്ലാവരും എതിരാളിയുടെ ശക്തമായിട്ടുള്ളൊരു അടവ് കാണുമ്പോൾ ഉടനെ മറ്റേ എതിരാളി പറയും, വളരെ നന്നായിരുന്നു, ഇനി നീ ശ്രമിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ശക്തമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ശക്തമായിട്ട് രണ്ടുപേരും യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരുടെ ശക്തമായിട്ടുള്ള ആ വാൾ പ്രയോഗത്താൽ രണ്ട് വാളുകളും തുണ്ടം തുണ്ടുകയാണ്. അവസാനം ഒടിഞ്ഞു വീണ വാളിനെ ദൂരെ എറിഞ്ഞിട്ട് രണ്ടുപേരും മല്ലയുദ്ധം ആരംഭിച്ചു. രണ്ടുപേരും വളരെ ശക്തമായിട്ട് ഇടിക്കാൻ തുടങ്ങി. രണ്ടുപേരും മണ്ണിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി അലറിക്കൊണ്ട്. മല്ലയുദ്ധത്തിൻ്റെ പല പല അടവുകളും അവർ കാണിച്ചു. രണ്ടുപേരും എതിരാളിയെ കൊല്ലാൻ ഉള്ള ഉറച്ച തീരുമാനത്തിലാണ്. കുറേ കഴിഞ്ഞപ്പോൾ സാത്വികി തളർന്നു. കാരണം അർജുൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സാത്വികി ഒരുപാട് ശക്തമായിട്ട് യുദ്ധം ചെയ്തിട്ടാണ് അതിവേഗതയിൽ അർജുൻ്റെ അടുത്ത് എത്തിയത്. അന്നേരം ഇപ്പോൾ സാത്വികി പൂർണ്ണമായിട്ടും തളർന്നിരിക്കുകയാണ്. ഭൂരിശ്രവസ് ഇത് നല്ലൊരു അവസരമായിട്ട് കണ്ടു. ഉടൻ തന്നെ സാത്വികിയുടെ മുടി പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് തുടർച്ചയായിട്ട് ഭൂരിശ്രവസ് സാത്വികി ചവിട്ടി ഇടിക്കുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അർജുന, നിൻ്റെ ശിഷ്യനെ രക്ഷപ്പെടുത്തിക്കോ, അവൻ തളർന്നിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണ് അവ ഇത്രയും ദൂരത്ത് നിന്ന് വന്നത്, അവ വലിയൊരു ആപത്തിലാണിപ്പോൾ. ഉടൻ തന്നെ അർജുൻ സാത്വികയെ കണ്ടു. എന്നിട്ട് ഭൂരിശ്രവസ് അവിടെ ആരോ ഉപയോഗിച്ചൊരു വീണ് കിടക്കുന്നൊരു വാളെടുത്തു.
എന്നിട്ട് സാത്വികയുടെ തല ഇറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സാത്വികയുടെ ഈ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ഉടൻ തന്നെ അർജുൻ മൂർച്ചയേറിയ ഒരു അസ്ത്രം വില്ലിൽ കോർത്തു. പൂർണ്ണ ശക്തിയോടുകൂടി അത് ഭൂരിശ്രവസിനെതിരെ എറിഞ്ഞു. അത് ഭൂരിശ്രവസിൻ്റെ കൈ അറ്റുപോയെന്നല്ല. വാള് വെച്ച് തല ഇറക്കുന്ന ആ നിമിഷം, അതിന് ഒരു നിമിഷം മുമ്പേ ഭൂരിശ്രവസിൻ്റെ കൈ അറുത്തങ്ങ് പോവുകയാണെന്നല്ലോ. ആ വീണ കയ്യിൽ വാളിപ്പോഴും പിടിച്ചിരിക്കുകയാണെന്നല്ലോ. ഭൂരിശ്രവസിൻ്റെ തോളിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഭൂരിശ്രവസിന് ഒരു നിമിഷം മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. എന്നിട്ട് ചിന്തിക്കുകയാണ്, ആരാണ് ഈ യുദ്ധത്തിൻ്റെ നിയമങ്ങളെയൊക്കെ തെറ്റിച്ചത്? ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എതിരാളിയെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ലല്ലോ. എന്നിട്ട് ഭൂരിശ്രവസ് അടുത്ത് നോക്കിയപ്പോൾ അർജുനെ കണ്ടു. ഭൂരിശ്രവസിന് മനസ്സിലായി അർജുനാണ് ഇത് ചെയ്തതെന്ന്. ഇത് കണ്ടിട്ട് ഭൂരിശ്രവസിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറഞ്ഞു, കുന്തി പുത്ര, നീ എങ്ങനെയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തത്? നീ ഇത്രയ്ക്ക് ഹൃദയമില്ലാത്തവനായോ? ഞാനും നീയായിട്ട് ഒരു യുദ്ധം ഇല്ലായിരുന്നല്ലോ. പക്ഷെ എന്നിട്ടും നീ മറഞ്ഞു നിന്ന് എൻ്റെ കൈ അറുത്തു. ഇതാരാ നിന്നെ പഠിപ്പിച്ചത്? ദ്രോണരാണോ, കൃപാചാര്യനോ, അതോ ഇന്ദ്രനാണോ? ഇങ്ങനെയുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും ഇങ്ങനത്തെ നീചപ്രവൃത്തികൾ ചെയ്യത്തില്ല. പിന്നെ നിൻ്റെ വംശത്തിലുള്ള ആരും ഇതുവരെ ഇതിങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ചതിയനായിട്ടുള്ള ആ കൃഷ്ണനായിരിക്കും നിനക്കിത് പറഞ്ഞത്. വൃഷ്ണികുലത്തിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അവർക്ക് ഇങ്ങനെയുള്ള നാണക്കെട്ട പരിപാടികൾ ചെയ്യാൻ ഒരിക്കലും നാണക്കേട് തോന്നാറില്ല. നീ എന്തിനാണ് കൃഷ്ണൻ്റെ കൂട്ട് നിൽക്കുന്നത് അർജുന? ഇപ്പം നിനക്ക് തൃപ്തിയായില്ലേ? നിന്നെയും അവൻ വഴിതെറ്റിച്ചില്ലേ എന്നൊക്കെ ഭൂരിശ്രവസ് പറയാം. എന്നിട്ട് അർജുൻ ഭൂരിശ്രവസിൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് പറഞ്ഞു, പൊതുവേ ശരീരം നശിക്കുന്നതിനോടൊപ്പം ബുദ്ധിയും നശിക്കാറുണ്ട്. നീയും അതേപോലെ ആയിരിക്കുകയാണ്. നിനക്ക് നന്നായിട്ടറിയാം എനിക്ക് യുദ്ധത്തിൻ്റെ എല്ലാ നിയമങ്ങളും അറിയാം. അതെനിക്ക് മാത്രമല്ല ബാധകം, നിനക്കും കൂടെ ബാധകമാണ്. നീയല്ല ഏറ്റവും വലിയ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ എതിരാളി തളർന്നിരിക്കുന്ന സമയത്ത്, നീയുമായിട്ട് യുദ്ധം ചെയ്യാൻ ഉള്ള ശക്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് നീ എന്തിനാണ് ആ വ്യക്തിയെ കൊല്ലാൻ നോക്കുന്നത്? അന്നേരം എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ കൂട്ടുകാരനാണ് സാത്വികി. അതുകൊണ്ട് ആശ്രിതരെ രക്ഷിക്കുക എന്നത് ക്ഷത്രിയ കർത്തവ്യമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നതിന് മുമ്പേ തന്നെ നീ ആ സാത്വികയുടെ കഴുത്ത് അറുത്തേനെ. അതുകൊണ്ട് ആദ്യം നിന്നെ തടയുക എന്നതായിരുന്നു എൻ്റെ കർത്തവ്യം. ഞാനത് നോക്കി നിന്നിരുന്നുവെങ്കിൽ എനിക്കും കൂടെ വലിയ പാവം കിട്ടിയേനെ. ഇത് കേട്ടപ്പം ഭൂരിശ്രവസിന് വലിയ വിഷമായി. ഭൂരിശ്രവസ് മുട്ടുകുത്തി വീഴുകയാണ്. എന്നിട്ട് ആ മുറിവേറ്റ ആ തോളിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതെല്ലാം നിശബ്ദനായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. സാത്വികയുടെ കയ്യിൽ ആയുധമില്ലായിരുന്നു, തളർന്നു ഇരിക്കുകയായിരുന്നു, ഭൂമിയിൽ വീണ് കിടക്കുകയായിരുന്നു. എന്നിട്ട് നീ സാത്വികയെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് സാത്വികയെ രക്ഷിക്കുക എന്നത് എൻ്റെ കർത്തവ്യമായിരുന്നു. നിൻ്റെ ആക്രമണത്തിൽ നിന്നും സ്വയം രക്ഷ ചെയ്യാനുള്ള ശക്തി പോലും സാത്വികയില്ലായിരുന്നു. നീ എങ്ങനെയായിരുന്നോ അശക്തനായിട്ട് നിന്നത് അതേപോലെ തന്നെയായിരുന്നു സാത്വികൻ. അതുകൊണ്ട് നീ എന്നെ കുറ്റപ്പെടുത്താതെ നീ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നീ ചിന്തിക്കുന്നു. പിന്നെ എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്തേനെന്ന്. ഭൂരിശ്രവസ് ഒന്നും മിണ്ടിയില്ല. ഭൂരിശ്രവസിൻ്റെ കുറ്റം മനസ്സിലായി. തോളിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഭൂരിശ്രവസിന് ജീവിക്കാനുള്ള എല്ലാ താല്പര്യവും നഷ്ടപ്പെട്ടു. പത്മാസനത്തിലിരുന്ന് ധ്യാന നിമഗ്നായിട്ടിരുന്നു. എന്നിട്ട് ഇടത് കൈ കൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഒരു ഇരിപ്പിടം തയ്യാറാക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി അസ്ത്രങ്ങളെയൊക്കെ ശേഖരിച്ചു. എന്നിട്ടൊരു പീഠം തയ്യാറാക്കി. എന്നിട്ട് ആ പീഠത്തിൽ ഇരുന്നു കൊണ്ട് സൂര്യൻ്റെ ദിശയിലേക്ക് നോക്കി ധ്യാന നിമഗ്നായിട്ടിരിക്കുകയാണ്. അതേ സമയത്ത് ബാക്കിയുള്ള യോദ്ധാക്കളും ഭൂരിശ്രവസിനോടുള്ള ബഹുമാനത്താൽ യുദ്ധം നിർത്തി നോക്കുകയാണ്. കൗരവരെല്ലാവരും ഭഗവാൻ കൃഷ്ണനെ അർജുനെയും കുറ്റപ്പെടുത്തി. അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ അർജുൻ പറഞ്ഞു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്?
നിങ്ങൾ ഭുരുശ്രവസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? അവൻ ചെയ്ത പ്രവൃത്തി നിങ്ങൾ കണ്ടില്ലേ? ഇവരെല്ലാവരും കൂടെ ചേർന്നല്ലേ എൻ്റെ പ്രിയ മകനായ അഭിമന്യുവിനെ ഒറ്റയ്ക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. ഇപ്പോഴും പുരുഷോസ് ഒന്നും മിണ്ടുന്നില്ല. കാരണം പുരുഷോസിൻ്റെ ദേഷ്യവും പ്രതികാരം എല്ലാം തീർന്നു. പിന്നെ പുരുഷോസും അർജുനും നല്ല കൂട്ടുകാരുമായിരുന്നു. എന്നിട്ട് ആ വാക്കുകളിൽ ആത്മാർത്ഥതയും ധർമ്മവും എല്ലാം പുരുഷോസിന് മനസ്സിലായി. പുരുഷോസിന് സ്വന്തം തെറ്റും മനസ്സിലായി. അതുകൊണ്ട് എന്തായാലും എൻ്റെ അന്ത്യം അടുത്തു എന്ന് പുരുഷോസിന് മനസ്സിലായി. അതുകൊണ്ട് കണ്ണടച്ച് ഭഗവാനെ തന്നെ ധ്യാനിക്കാം. കുറച്ചു മുമ്പേ ഭഗവാനെ തന്നെയാണ് കുറ്റപ്പെടുത്തിയത്. ഇവരെല്ലാം ഭക്തരാണ്. പുരുഷോസ് ഭഗവാനെ തന്നെ ധ്യാനിക്കുകയാണ്. എന്നിട്ട് മരണം വരെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവിടെ ധ്യാനനിമഗ്നനായിട്ടിരിക്കുകയാണ്. എന്നിട്ട് അർജുൻ വീണ്ടും പുരുഷോസിനോട് പറയുകയാണ്, പുരുഷോസേ, എനിക്ക് എൻ്റെ സഹോദരങ്ങളോടുള്ള അതേ സ്നേഹം തന്നെയാണ് നിന്നോടുള്ളത്. അതുകൊണ്ട് നിനക്ക് എൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും പ്രാർത്ഥനയും അനുഗ്രഹമുണ്ട്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞു, നീ എപ്പോഴും എൻ്റെ ആരാധന നീ ചെയ്തിട്ടുണ്ട്, യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ ലോകത്തിൽ തന്നെ വരുമെന്ന് പറഞ്ഞു. അതായത് ഭഗവാന്റെ ലോകത്തിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം. നീ എൻ്റെ ഒരു പാർഷദനായിട്ട് വരും. നീ ശരീരം ഉപേക്ഷിക്കുമ്പോൾ സാക്ഷാൽ എൻ്റെ വാഹനമായ ഗരുഡൻ വന്ന് നിന്നെ എൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ആ സമയം എന്താ സംഭവിക്കുന്നത് അറിയാം? സാത്വികയ്ക്ക് ബോധം തിരിച്ചെത്തി. സാത്വികയ്ക്ക് സ്വബോധം തിരിച്ചു കിട്ടിയ ഉടൻ തന്നെ സാത്വികി ചാടി എഴുന്നേറ്റു. എന്നിട്ട് നോക്കിയപ്പം പുരുഷവസ് അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഉടൻ തന്നെ അടുത്തിരുന്ന ഒരു വാളെടുത്തിട്ട് ഓടി വരികയാണ്. അന്നേരം അടുത്തിരിക്കുന്ന എല്ലാവരും അയ്യോ വെട്ടരുത് വെട്ടരുത് വെട്ടരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സാത്വികി ശക്തമായിട്ട് ഒറ്റ വീശലും പുരുഷവസിൻ്റെ തലയറുത്തുന്നു. ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഷോക്കായി. ആർക്കും സാത്വികയെ സ്തുതിക്കാൻ തോന്നിയില്ല. കാരണം അർജുൻ്റെ അസ്ത്രം കൊണ്ട് പുരുഷവസ് പകുതി മരിച്ച അവസ്ഥയിലാണ്. എന്നിട്ട് ചില കൗരവ പക്ഷത്തുള്ളവർ പറഞ്ഞ് സാത്വികി വെറും ഒരു നിമിത്തമായതേ ഉള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഒരു യോദ്ധാവിൻ്റെ അന്ത്യം ആയുധം കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. ഇത് വിധിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതേസമയത്ത് ദുര്യോധനും കർണനും എല്ലാം സാത്വികയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇപ്പോഴും സാത്വികയുടെ കയ്യിലിരിക്കുന്ന വാളിൽ നിന്നും രക്തം ഇറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. സാത്വിക അവരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളാണ് യഥാർത്ഥ പാപികൾ, നിങ്ങളാണ് ധർമ്മം വിട്ടവർ, നിങ്ങൾ ഒരിക്കലും ധർമ്മം ചെയ്തിട്ടില്ല. അഭിമന്യുവിനെ കൊന്നപ്പോൾ നിങ്ങളുടെ ധർമ്മവും ന്യായം നീതി എവിടെയായിരുന്നു? എൻ്റെ അച്ഛനും ഇവൻ്റെ അച്ഛനുമായിട്ടുള്ള ആ പ്രതികാരം എന്നെന്നും ഉള്ളതായിരുന്നു. അന്നേരം അവൻ്റെ അച്ഛൻ ആ വരം മേടിച്ചപ്പോൾ ഞാനും പ്രതിജ്ഞ എടുത്തിരുന്നു, എന്നെ യുദ്ധത്തിൽ ആരെങ്കിലും ചവിട്ടുകയാണെങ്കിൽ ഞാൻ അവൻ്റെ തലയിറക്കും. അതുകൊണ്ട് പുരുഷവസനെ കൊല്ലുക എന്നത് എൻ്റെ ജീവിത ലക്ഷ്യം തന്നെയായിരുന്നു. പിന്നെ എല്ലാം യഥാർത്ഥത്തിൽ വിധിയുടെ തീരുമാനമല്ലേ. ഇതും കേട്ടിട്ട് ആർക്കും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നിട്ടും സാത്വികയുടെ ഈ പ്രവൃത്തി ആർക്കും അനുയോജ്യമായിട്ട് തോന്നിയില്ല. എല്ലാവരും പുരുഷവസനെ മനസ്സുകൊണ്ട് സ്തുതിക്കുകയായിരുന്നു. കാരണം പുരുഷവസ് ഭഗവാന്റെ ലോകത്തേക്കാണ് പോയിരിക്കുന്നത്, സ്വർഗത്ത് പോലുള്ള അതിനും അപ്പുറത്തായിട്ടുള്ള ഭക്ത പുരുഷവസ്കി ജയ. എന്നിട്ട് അവരെല്ലാവരും തല കുനിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പുരുഷവസൻ്റെ അറ്റുപോയ ആ തല എല്ലാവരും കണ്ട്, ഇപ്പോഴും ആ തലയിൽ നല്ല തേജസ്സുള്ള മുഖം എല്ലാവരും കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ച് നേരം എല്ലാവരും നിശബ്ദരായിട്ട് നിന്നു. എന്നിട്ട് വീണ്ടും അടി ഇടി വെട്ടുകുത്തു തുടങ്ങിയല്ലോ. ഗാണ്ഡീവം പിടിച്ചുകൊണ്ട് അർജുൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, മാധവ, എത്രയും പെട്ടെന്ന് രഥത്തെ മുന്നോട്ട് കൊണ്ടുപോകും. സൂര്യൻ അസ്തമിക്കാറായി. ജയദ്രഥനെ രക്ഷിക്കാൻ ഒരുപാട് യോദ്ധാക്കളുണ്ട്. എൻ്റെ ആ ലക്ഷ്യം എളുപ്പമായിരിക്കത്തില്ല. എത്രയും പെട്ടെന്ന് രഥത്തെ മുന്നോട്ട് നീക്കുക കേശവാൻ പറഞ്ഞു.
അങ്ങനെ അർജുൻ്റെ രഥം ജയദ്രഥൻ്റെ അടുത്തേക്ക് അതിവേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജയദ്രഥൻ്റെ ആ ധ്വജസ്തംഭം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു കൂട്ടം യോദ്ധാക്കളുടെ നടുവിലായിട്ട്. ഉടൻ തന്നെ ദുര്യോധൻ, കർണൻ, ശല്യൻ, അശ്വത്ഥാമ, കൃപാചാര്യ, വൃഷസേനൻ ഇവരെല്ലാവരും അർജുനെ ആക്രമിച്ചു. ഇവരെ സഹായിക്കാനായിട്ട് 10,000 രഥങ്ങളും കുതിരപ്പടയാളുകളും ആനപ്പടയാളുകളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വലിയൊരു ശക്തമായിട്ടുള്ള തിരമാലകളെ പോലെ, അതായത് വെള്ളപ്പൊക്ക സമയത്ത് ശക്തമായിട്ട് തിരമാലകൾ എങ്ങനെയാണോ കരയെല്ലാം നശിപ്പിക്കുന്നത്, അതേപോലെ അവർ ചാടി വീണു അർജുൻ്റെ മുന്നിൽ. പക്ഷേ അർജുനും വിട്ടുകൊടുത്തില്ല. ഒരു കൂട്ടം മൂർച്ചയേറിയ അസ്ത്രങ്ങൾ കൊണ്ട് ചുറ്റുമുള്ള യോദ്ധാക്കളെ എല്ലാം കൊന്നൊടുക്കുകയാണ്. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായി. സൂര്യൻ്റെ ആ തീക്ഷ്ണത കുറഞ്ഞു. നല്ല കുങ്കുമ നിറം ആകാശത്ത് പ്രസരിക്കാൻ തുടങ്ങി. അപ്പോഴും അർജുൻ ഒരു കണക്കില്ലാതെ യോദ്ധാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് മരിച്ചു വീണിട്ടുണ്ടെങ്കിലും കൗരവർക്കൊരു സന്തോഷമുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കാറായെന്ന്. ഇനി എന്തായാലും അർജുൻ തോൽക്കാൻ പോവുകയാണെന്നൊക്കെ എല്ലാവരും തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കൃപാചാര്യൻ അശ്വത്ഥാമാവും അർജുനെ എങ്ങനെയെങ്കിലും തടയണമെന്ന് പറഞ്ഞ് അവരുടെ ഫുൾ ശക്തി ഉപയോഗിച്ച് അർജുനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണനെയും അർജുനും എതിരെ ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു. അവരെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. ഇപ്പോഴും ദുര്യോധൻ ആ ശക്തമായിട്ടുള്ള കവചത്തിലിരിക്കുകയാണ്. കർണനോടൊപ്പം ചേർന്നുകൊണ്ട് അർജുനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഹരേ കൃഷ്ണ, അർജുൻ്റെ പുറകിൽ നിന്നും ശല്യൻ അർജുനെ വെല്ലുവിളിച്ചു. എന്നിട്ട് 100 അസ്ത്രങ്ങൾ അയച്ചു. അർജുൻ അതിവേഗതയിൽ രഥത്തിൽ നിന്ന് കറങ്ങി ഇവരെല്ലാവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാ യോദ്ധാക്കൾക്കെതിരെയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുനെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാവർക്കും നല്ല ആഴത്തിൽ മുറിവേറ്റു. അവരുടെ വില്ലുകളെല്ലാം ഒടിഞ്ഞു. ഭീമൻ അതേ സമയത്ത് വീണ്ടും കർണനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അതുകൂടാതെ കൗരവരെയും യോദ്ധാക്കളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്വികി ശല്യനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. സാത്വികി ശല്യനും വൃഷസേനുമായിട്ട് ആയിരക്കണക്കിന് യോദ്ധാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ മെല്ലെ കൗരവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അർജുനെതിരെ ശക്തമായിട്ടുള്ള ഒഴുക്ക് പോലെ, നദി ഒഴുകുന്ന പോലെ അസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അർജുനെ തടയാൻ കഴിയുന്നില്ല. അർജുൻ ഓരോ നിമിഷം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വത്ഥാമാവും കൃപാചാര്യരും അവരുടെ ആയുധന കലകളെല്ലാം ഉപയോഗിച്ചു. പക്ഷെ അർജുൻ അതിവിദഗ്ധമായിട്ട് അവരുടെ എല്ലാ അസ്ത്രങ്ങളെയും തടയുകയായിരുന്നു. ഗാന്ധീവത്തിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ വരാൻ തുടങ്ങി. പല നിറങ്ങളിലും അവരുടെ ചുറ്റുപാടുമെല്ലാം അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ എല്ലാവർക്കും, പല നിറങ്ങൾ വായുവിൽ ഇങ്ങനെ വ്യാപിക്കുന്നതായിട്ട് എല്ലാവർക്കും തോന്നി. അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്നുണ്ട്. ദേഷ്യത്താൽ മഹാദേവൻ യുദ്ധം ചെയ്യുന്ന പോലെ തോന്നി എല്ലാവർക്കും. ഒരുപാട് യോദ്ധാക്കൾ അർജുനെതിരെ വന്നു. അവരുടെ വില്ലുകളും കുന്തങ്ങളും ഗദകളും വാളുകളും ഒക്കെ പിടിച്ചിട്ട്. പക്ഷെ അവരെല്ലാം നിമിഷങ്ങൾക്കകം മരിച്ചു വീഴുമായിരുന്നു. ഗാന്ധീവത്തിൻ്റെ ആ ഞാൻ വലിക്കുന്ന ശബ്ദം തുടർച്ചയായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. മേഘം ഗർജിക്കുന്ന പോലെയായിരുന്നു ഗാന്ധീവത്തിൻ്റെ ആ ശബ്ദം. എല്ലാം ഒരു കണക്കില്ലാതെ യോദ്ധാക്കളെല്ലാം 10,000 കണക്കിന് യോദ്ധാക്കൾ യമപുരിയിലേക്ക് പോയി. അവസാനം കൗരവർക്കെല്ലാം വലിയ ഭയമായി. അവരെല്ലാവരും പരിഭ്രാന്തരായിട്ട് ഓടാൻ തുടങ്ങി. രക്തമൊഴുകുന്ന ശവങ്ങൾ കൂടിക്കിടക്കുകയാണ്. രക്തപ്പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.
അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാം, ഓടാനുള്ള സ്ഥലം പോലും ഇല്ല, അത്രയ്ക്ക് ശവങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. അതിനോടൊപ്പം അവരുടെ അലർച്ച, ഭയത്താൽ ഓടി രക്ഷപ്പെടാനുള്ള അവരുടെ കരച്ചിലും എല്ലാ ദിശകളിലും കേൾക്കാൻ പറ്റുമായിരുന്നു. അതേ സമയത്ത് പകുതി മരിച്ചു കിടക്കുന്ന അവരുടെ അലർച്ചയും എല്ലാം കൂടെ ആകെ എല്ലാവരെയും പരിഭ്രാന്തരാക്കുന്ന ഒരവസ്ഥയായിരുന്നു. എവിടെയൊക്കെ നോക്കുന്നോ അവിടെയൊക്കെ അർജുനെ കാണാൻ പറ്റുമായിരുന്നു. പാമ്പുകളെ പോലെയായിരുന്നു അർജുൻ്റെ അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നത്. ആകാശത്ത് നിന്ന് ഇവരുടെ ദേഹത്തേക്ക് മഴ പെയ്യുന്നത് പോലെ അസ്ത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദ്രോണരുടെ സർവശക്തി ഉപയോഗിച്ചിട്ടും അർജുനെ തടയാൻ കഴിയുന്നില്ല. അവസാനം പോയിക്കൊണ്ടിരിക്കുന്ന കൗരവ പടയെ ദ്രോണാചാര്യ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സൂര്യാസ്തമയത്തിന് വെറും അരമണിക്കൂർ മാത്രം. ദ്രോണാചാര്യർ അശ്വത്ഥാമാവിനെ വിളിച്ചു, കൃപാചാര്യരെ വിളിച്ചു, കർണനെ വിളിച്ചു, ശല്യനെ വിളിച്ചു, ദുര്യോധനെ വിളിച്ചു. എന്നിട്ട് ഒരു കൂട്ടം മഹാരഥികളെല്ലാം വിളിച്ചു. എന്നിട്ട് അർജുനന് നേരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അർജുൻ ഇപ്പോൾ ജയദ്രഥനെ നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു. അവരെല്ലാവരും ഒരു കൂട്ടത്തോടെ അർജുനെ ആക്രമിച്ചു എന്നുള്ളതാണ്. ആ അസ്ത്രങ്ങൾ കാരണം ജയദ്രഥനെ കാണാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് അസ്ത്രങ്ങളെ കൊണ്ട് മൂടി. ഇത്രയും ശത്രുവിൻ്റെ ഏറ്റവും അടുത്തെത്തിയിട്ടും അർജുന് വലിയ ആശങ്കയായി. കാരണം ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സൂര്യാസ്തമയത്തിന്. എന്നിട്ടും ജയദ്രഥനെ കാണാൻ കഴിഞ്ഞു. കാരണം കണ്ടു കഴിഞ്ഞാലല്ലേ അസ്ത്രം അയക്കാൻ പറ്റൂ. അത്രയ്ക്ക് അസ്ത്രങ്ങളെ കൊണ്ട് മൂടി എന്നുള്ളതാണ്. കുന്തങ്ങളാലും ഗദകളാലും കൗരവരെല്ലാം അർജുനെ തടഞ്ഞു എന്നുള്ളതാണ്. ഭഗവാൻ കൃഷ്ണൻ കൂട്ടുകാരൻ്റെ ഈ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കി, ഈ വിഷമാവസ്ഥയെ മനസ്സിലാക്കി. ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ വലത്തെ കൈ പൊക്കി. ഉടൻ തന്നെ ഭഗവാന്റെ വിരൽ തുമ്പിൽ നിന്നും സുദർശന ചക്രം വന്നു. ആ സുദർശന ചക്രത്തെ എറിഞ്ഞു. ആ ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു. സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ എങ്ങനെയാണോ മറയുന്നത് അതേപോലെ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ സൂര്യനെ മറച്ചു. ഉടൻ തന്നെ അവിടെ എല്ലാം ഇരുട്ട് വ്യാപിച്ചു. സൂര്യൻ അസ്തമിച്ചു എന്ന് കണ്ടിട്ട് കൗരവരെല്ലാവരും ആഹ്ലാദിച്ചു. ജയദ്രഥൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഇനി എല്ലാവരും സന്തോഷിച്ചു. ഇനി അർജുൻ എന്തായാലും അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും. യുദ്ധം ഇതോടുകൂടി തീരുമെന്ന്. അർജുൻ ആകെ പരിഭ്രാന്തനായി ചുറ്റും നോക്കി. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഇനിയും സമയമുണ്ട്. നീ ദക്ഷിണ ദിശയിലേക്ക് നോക്കൂ. അർജുൻ അവിടെ ഇരിപ്പുണ്ട്. ദക്ഷിണ ദിശയിലേക്ക് നോക്കൂ. ജയദ്രഥൻ, നീ ദക്ഷിണ ദിശയിലേക്ക് നോക്കൂ. അവിടെ ജയദ്രഥൻ നിൽക്കുന്നുണ്ട്. കൗരവരെല്ലാം അവരവരുടെ ആയുധങ്ങൾ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. സിന്ധു രാജാവിനെ, ജയദ്രഥനെ സംരക്ഷിക്കാൻ ആരുമില്ല. നിമിഷങ്ങൾക്കകം നിനക്ക് അവനെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കൂ, ഗാണ്ഡീവത്തിൽ കോർത്ത് വയ്ക്കൂ, എന്നിട്ട് അവൻ്റെ തലയിറക്കൂ. ഉടൻ തന്നെ അർജുൻ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചു. എന്നിട്ട് ഞാണ് പിടിച്ചിങ്ങനെ വലിച്ചു വെച്ചിരിക്കുകയാണ് അസ്ത്രം അയക്കാനായിട്ട്, ജയദ്രഥനെതിരെ ഉന്നം പിടിച്ചുകൊണ്ട്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ അപ്പോഴും പറയുകയാണ്, ജയദ്രഥൻ അവൻ്റെ അച്ഛനിൽ നിന്നൊരു വരം കിട്ടിയിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ വൃതക്ഷത്ര. ആരാണോ ജയദ്രഥൻ്റെ തല ഭൂമിയിൽ വീഴ്ത്തുന്നത് അവൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഒരു വരം കൊടുത്തിട്ടുണ്ട്. വൃതക്ഷത്രൻ ഇപ്പോൾ കുറച്ച് ദൂരം അകലെ തന്നെ സമന്തപഞ്ചക കുളത്തിൻ്റെ അടുത്തായിട്ട് ധ്യാനനിമഗ്നായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിൻ്റെ അസ്ത്രത്തിൽ മന്ത്രശക്തികളെ കൊണ്ട് ആവാഹിച്ച് അത് നേരെ ജയദ്രഥൻ്റെ അച്ഛനായ വൃതക്ഷത്രത്തിൻ്റെ മടിയിൽ തന്നെ കൊണ്ട് ഇടണമെന്ന്. ഇത്രയും പറഞ്ഞ് അപ്പോൾ അർജുനൻ അസ്ത്രം അയക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ സുദർശന ചക്രത്തെ പിൻവലിച്ചു. ഉടൻ തന്നെ വീണ്ടും അവിടെ എല്ലാം പ്രകാശം വ്യാപിച്ചു. സൂര്യനെ എല്ലാവർക്കും പടിഞ്ഞാറ് ദിശയിൽ കാണാൻ പറ്റുമായിരുന്നു. ഉടൻ തന്നെ നിമിഷങ്ങൾ അർജുൻ ചുമെന്ന് പറഞ്ഞിട്ട് അസ്ത്രം അയച്ചു. അത്
ഇടി വെട്ടുന്ന പോലെ ജയദ്രഥൻ്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു പോയി. ജയദ്രഥൻ അപ്പോൾ നിർഭയനായിട്ട് രഥത്തിൽ നിൽക്കുകയായിരുന്നു. അവ ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് സൂര്യൻ വന്നതുകൊണ്ട് അവ ആകെ സ്തംഭിച്ച് നിൽക്കുക. അവന് ചിന്തിക്കുന്നതിന് മുമ്പേ അവൻ്റെ തലയറുത്ത് ആ അസ്ത്രം ആകാശത്തൂടെ വായുവിലൂടെ ചീറിപ്പാഞ്ഞു പോയി. യോദ്ധാക്കൾക്കാർക്കും, അതായത് സൂര്യൻ വന്നു, പിന്നെ നോക്കുമ്പോൾ ജയദ്രഥൻ്റെ തല കാണുന്നില്ല. എത്രയോ കിലോമീറ്റർ അത് സഞ്ചരിച്ച് അത് വളരെ കൃത്യമായിട്ട് വൃദ്ധക്ഷേത്രം എന്ന് പറയുന്ന ജയദ്രഥൻ്റെ അച്ഛൻ്റെ മടിയിൽ തന്നെ വീഴുകയാണ്. അന്നേരം പെട്ടെന്ന് എന്തോ ഒരു വസ്തു മടിയിൽ വന്ന് വീണപ്പോൾ വൃദ്ധക്ഷേത്രനൊന്നും മനസ്സിലായില്ല. ചാടി എഴുന്നേറ്റു. ഉടൻ തന്നെ ജയദ്രഥൻ്റെ തലഭൂമി വീണതോടുകൂടി ജയദ്രഥൻ്റെ അച്ഛൻ്റെ തലയും 100 കഷ്ണങ്ങളായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴേക്കും അന്നേരം ഇത്രയും സംഭവങ്ങൾ നടന്നു. അപ്പോഴാണ് കൗരവർക്ക് മനസ്സിലാവുന്നത് ജയദ്രഥൻ്റെ തലയറ്റുപോയി. അപ്പോൾ മനസ്സിലായി ഇരുട്ട് വന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ മായയായിരുന്നു. ദുര്യോധൻ മുട്ടുകുത്തി വീണു എന്നുള്ള രഥത്തിൽ ആയുധങ്ങളെല്ലാം തടയിൽ ഇട്ടിട്ട് നല്ല ചൂട് കണ്ണീര് അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. എല്ലാ യോദ്ധാക്കളുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു എന്നുള്ളതാണ്. കാരണം ഇവർ ഇത്രയും പേരെ പിടിച്ചു വെച്ചിരുന്നത് ഇത്രയും പേര് ഇവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അന്നേരം ഇത് പാണ്ഡവർക്ക് നല്ലൊരു ചാൻസായി. കാരണം ഇതിൻ്റെ പേരിൽ ബാക്കി എല്ലാവരെയും കൊല്ലാനും പറ്റി. എന്നിട്ട് മെയിൻ ലക്ഷ്യമായി ജയദ്രഥനെയും കൊന്നു എന്നുള്ളത്. അന്നേരം ഇത് വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി. എല്ലാവരും കൗരവർ എന്തു പറയണമെന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഭഗവാൻ കൃഷ്ണൻ രഥത്തിൽ തുള്ളിച്ചാടാൻ തുടങ്ങി, കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അർജുനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭാഗ്യം കൊണ്ട് നീ ജയദ്രഥനെ കൊന്നു. അവൻ്റെ നീചനായ അവൻ്റെ അച്ഛനെയും കൊന്നു. അവൻ എപ്പോഴും ദേവന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയുക, ദേവസേനാപതിയായ സാക്ഷാൽ കാർത്തികേയന് പോലും ഇത്രയും ഭീകരമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. നീ ഒരു അക്ഷൗണിയെ മൊത്തം നീ തീർത്തു ഇന്ന്. മകൻ മരിച്ച ആ ദുഃഖത്തിൽ ഒരു അക്ഷൗണി പടയം മൊത്തം അർജുൻ തീർത്തു എന്നുള്ളത്. അത് ഭഗവാൻ പറയാണ്. നിന്നെപ്പോലെ സാക്ഷാൽ മഹാദേവന് മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിയൂ. ദുര്യോധൻ്റെ കൂട്ടരും അവരുടെ അന്ത്യം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോഴും അർജുൻ വിറച്ചുകൊണ്ടും വേർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പാവം അർജുൻ ചിരിച്ചിട്ട് പറയുകയാണ്, കൃഷ്ണ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങ് കൂട്ടത്തിലുള്ളപ്പോൾ ഇതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നില്ല. അങ്ങ് ആരുടെ കൂട്ടത്തിലുണ്ടോ അവർക്കാണ് വിജയം. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങ് നമ്മുടെ കൂട്ടത്തിലുണ്ടായതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠന് അദ്ദേഹത്തിന് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടുമെന്ന്. ഞാനും എൻ്റെ സഹോദരന്മാരും എപ്പോഴും എന്നെന്നും അങ്ങയുടെ ദാസനായിരിക്കും. വീണ്ടും ഭഗവാൻ കൃഷ്ണൻ അർജുനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് രഥം പാണ്ഡവ ശിബിരത്തിലേക്ക് പോവുകയാണ്. പോകുന്നതിൻ്റെ ഇടയിൽ അർജുൻ്റെ ആ വീരസാഹസികമായിട്ടുള്ള, കാരണം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എത്ര പേരും മരിക്കുന്നു എന്ന് അർജുന് കാണാൻ പറ്റുന്നില്ലായിരുന്നു. മുന്നിലുള്ളവരെ തീർക്കുക എന്നത് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം തിരിച്ചു വരുമ്പോൾ ഭഗവാൻ കൃഷ്ണനും അർജുനും അത്ഭുതപ്പെട്ടിരിക്കും, ഇത്രയും പേരെ ഞാൻ കൊന്നു. കുന്നുകൂടി കിടക്കുന്ന രണ്ട് പക്ഷത്തും വലിയ പൊക്കമുള്ള മതിലിനെ പോലെ കുന്നുകൂടി കിടക്കുന്ന ശവങ്ങളെല്ലാം. ഭൂമി മുഴുവൻ യോദ്ധാക്കളെ കൊണ്ടും കുതിരകളെ കൊണ്ടും ആനകളെ കൊണ്ടും രഥങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അതേ സമയത്ത് ആയിരക്കണക്കിന് വൈദ്യർ വന്നിട്ട് മുറിവേറ്റ് ജീവനുള്ളവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവരുടെ എല്ലാം കൈയറ്റിരിക്കുന്നു, കാലറ്റിരിക്കുന്നു. ഇപ്പോഴും അസ്ത്രങ്ങൾ കുത്തിക്കേറിയിരിക്കുന്നു, കുന്തങ്ങൾ കുത്തിക്കേറിയിരിക്കുന്നു. കോടാനുകോടി അസ്ത്രങ്ങൾ
ഭൂമിയിൽ മണ്ണിട്ട് മൂടുന്ന പോലെ യോദ്ധാക്കളുടെ ദേഹത്ത് കിടക്കുകയാണ്. പല പല പൊടിഞ്ഞ ഗദകളും വാളുകളും മുറിഞ്ഞ വാളുകളും തകർന്ന കവചങ്ങളും യോദ്ധാക്കളുടെ ആഭരണങ്ങളും എല്ലാം തുണ്ടം തുണ്ടമായിട്ട് ചതറിക്കിടക്കുന്നു. അങ്ങനെ ഇരുട്ട് കൂടുതൽ ശക്തമാകാൻ തുടങ്ങി. സൂര്യൻ യഥാർത്ഥത്തിൽ അസ്തമിച്ചു. നക്ഷത്രങ്ങളെ കാണാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണൻ പാഞ്ചജന്യമോദി പാണ്ഡവർക്ക് സന്തോഷമായി. യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് എത്തി. അർജുൻ കൈകൂപ്പി യുധിഷ്ഠിരനെ പൂജിക്കുകയാണ് സന്തോഷത്താൽ. യുധിഷ്ഠിരൻ രഥത്തിൽ നിന്ന് ഇറങ്ങി അർജുനെ കെട്ടിപ്പിടിച്ചു. കരയാൻ തുടങ്ങി യുധിഷ്ഠിരൻ. കണ്ണീന്ന് തുടർച്ചയായിട്ട് കണ്ണീര് വരികയാണ്. ഭഗവാൻ കൃഷ്ണൻ രഥത്തിൽ നിന്നിറങ്ങി. എന്നിട്ട് യുധിഷ്ഠിരൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചു. യുധിഷ്ഠിരൻ ഭഗവാനെയും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗോവിന്ദ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് വിജയിച്ചത്. നമ്മുടെ ശത്രുക്കളെല്ലാം ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ വീണ് കിടക്കുകയാണ്. അങ്ങ് ആരുടെ കൂട്ടത്തിലുണ്ടോ അവർക്കെല്ലാം ശുഭമേ വരും. അങ്ങയുടെ ആശ്രയം കൊണ്ട് മാത്രം എല്ലാ സൗഭാഗ്യങ്ങളും ഒരു വ്യക്തിക്ക് ലഭിക്കും. അങ്ങയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒരു പരാജയമോ പാപമോ ലഭിക്കത്തില്ല. സന്തോഷാധിക്യത്താൽ യുധിഷ്ഠിരൻ്റെ രോമാഞ്ചം വരികയായിരുന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, നിൻ്റെ യുധിഷ്ഠിര, അങ്ങയുടെ ആ ക്രോധത്താൽ തന്നെ ജയദ്രഥൻ ഇന്ന് മരിച്ചിരുന്നു, നേരത്തെ തന്നെ മരിച്ചിരുന്നു. ദുര്യോധൻ്റെ ആ വിശാലമായിട്ടുള്ള സൈന്യം തീർന്നുകൊണ്ടിരിക്കുന്നു. ഭരതശ്രേഷ്ഠ, അങ്ങേപോലെ ധർമ്മിഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയെ അപമാനിച്ചതിൻ്റെ ആ ഒരു പരിണിത ഫലം നീചനായ ദുര്യോധൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദുര്യോധൻ്റെ കൂട്ടരും അങ്ങയുടെ ശത്രുവായിട്ട് നിൽക്കാൻ തീരുമാനിച്ച എല്ലാവരും നേരത്തെ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങയ്ക്ക് ഈ ലോകത്തുള്ള ഒരു ജീവജാലങ്ങളോടും ഒരു ശത്രുതയില്ല. അങ്ങനെയുള്ള അങ്ങയോട് ശത്രുത വയ്ക്കുന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതേ സമയത്ത് ഭീമനും സാത്വികയും ദേഹം മുഴുവൻ അസ്ത്രങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള മുറിവ് ഇരിക്കുകയാണ് അവരുടെ ശരീരമെല്ലാം. അവരെല്ലാം അർജുൻ്റെ മുമ്പിൽ വന്നു. അർജുനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അർജുൻ സാത്വികയും ഭീമനെയും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു നിങ്ങൾ കൗരവ സമുദ്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ. കൗരവ സൈന്യം ഒരു സമുദ്രത്തെ പോലെയാണ്. ദ്രോണരും കൃതവർമ്മയൊക്കെ വലിയ തിമിംഗലങ്ങളും ശ്രാവുകളുമൊക്കെയാണ്. പക്ഷേ ഭാഗ്യം നമ്മുടെ കൂട്ടത്തിലായിരുന്നു. കർണനെയും കൃപാചാര്യനെയും ശല്യനെയും എല്ലാം നിങ്ങൾക്ക് തടുക്കാൻ പറ്റി. നിങ്ങൾ രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ ജീവനെക്കാട്ടിയും പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ എൻ്റെ സംരക്ഷകരായിട്ടുള്ളപ്പം എനിക്ക് എന്ത് ഭയമുള്ളത്. അങ്ങനെ പാണ്ഡവരെല്ലാവരും അവരവരുടെ ശംഖുകളെല്ലാം ഊതി സന്തോഷത്തോടുകൂടി അവർ ശിബിരത്തിലേക്ക് പോവുക. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട്? എനിക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു അധ്യായമായിരുന്നു. ഭഗവാന്റെ ആ ഭക്തവത്സലത വീണ്ടും വീണ്ടും നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ കഴിയും. ഇനി കൗരവർ എന്താ ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.